ഈ പരിപാടിയിലേക്ക് എത്തിയതായിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ കാണിക്കുന്നത്. പ്രിയപ്പെട്ട സ്നേഹിതരെ, എല്ലാവർക്കും കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ഈ കേരള ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ACHRന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചരിത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രീയ ചരിത്രം പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത്. കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമല്ല ചരിത്രത്തിൽ താല്പര്യം കാണിക്കുന്നവർ. കേരളത്തിന്റെ പൊതുസമൂഹം, നമുക്കറിയാം, കേരളത്തിന്റെ പൊതുസമൂഹം അഭ്യസ്ത വിദ്യരുടെ സമൂഹമാണ്. ബഹുജനങ്ങൾ ഒരുപാട് പേർ ചരിത്രത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. അത്തരം ആൾക്കാർക്കും കൂടി പ്രയോജനപ്പെടണം കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത്. പണ്ട് കോളേജ് വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു ഇന്ന് ഹയർ സെക്കൻഡറി എന്നറിയപ്പെടുന്ന പഴയ പ്രീ ഡിഗ്രി. ആ കൗമാരപ്രായക്കാരെന്ന് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലാണ് പഠിക്കുന്നത്. അവരുടെ പാഠ്യപദ്ധതി SCERT പ്രത്യേക രൂപത്തിൽ തയ്യാറാക്കുന്നതാണ്. ഇപ്പോൾ ഒരു പരിധിവരെ അത് കേന്ദ്ര വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായ NCERTയുടെ പാഠ്യപദ്ധതിക്കനുസരിച്ച് കേരള ചരിത്രം ഒരു പ്രത്യേക ഭാഗമായി എഴുതി ചേർത്തുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹയർ സെക്കൻഡറി തലം മുതൽ മുകളിലോട്ട് ബിരുദതലത്തിലും ബിരുദാനന്തര ബിരുദതലത്തിലും കേരള ചരിത്രം പഠിക്കാനും അതിൽ താല്പര്യം കാണിക്കാനും ഒരുപാട് പേർ മുന്നോട്ട് വരുന്നുണ്ട്. ഗവേഷണത്തിനായിട്ട് ചരിത്ര പഠിതാക്കൾ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് കേരള ചരിത്ര സംബന്ധിയായ വിഷയങ്ങൾ തന്നെയാണ്. ചരിത്രം ഐച്ഛികമായി പഠിച്ച വിദ്യാർത്ഥികൾ മാത്രമല്ല, മലയാള ഭാഷ പഠിച്ചവർ, ഭാഷയും സാഹിത്യവും പഠിക്കുന്നവരും അതിൽ ഗവേഷണം നടത്തുന്നവരും കേരള ചരിത്ര സംബന്ധിയായ വിഷയങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങളുടെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പൂർത്തിയാക്കുന്നത്, ബിരുദമെടുക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ കേരള ചരിത്ര പഠനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന് കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ഒരു ഇടപെടൽ അനിവാര്യമാണ്. ആ അനിവാര്യത മികത്തുന്ന അല്ലെങ്കിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. ACHR സ്ഥാപിതമായിട്ട് 2021 ആകുമ്പോൾ 20 കൊല്ലം തികയും. ഇതിൽ ശ്രോതാക്കളായിട്ടുള്ള ഭൂരിപക്ഷം പേർക്കും അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഴയ ഗസറ്റീയസ് ഡിപ്പാർട്ട്മെന്റിന്റെ പുനരാവിഷ്കാരമാണ്, പുനരവതാരമാണ് ഇന്നത്തെ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ. അത് KCHR എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് 2001 അപ്പൊ 2021 ആകുമ്പോൾ 20 കൊല്ലം പൂർത്തിയാവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഗവേഷണ സംബന്ധമായിട്ട്, ഉത്ഖനനം സംബന്ധമായിട്ട്, പ്രാദേശിക ചരിത്ര രചനയുമായി സംബന്ധിച്ച്, അതേപോലെ ഈ വ്യക്തികളുടെ സ്വകാര്യ ശേഖരത്തിലുണ്ടായിരുന്ന രേഖകൾ ശേഖരിക്കുന്നത് സംബന്ധിച്ചൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ KCHR ഇതിനോടകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പട്ടണത്തിൽ ഞങ്ങൾ ഗവേഷണം നടത്തി വരികയാണ്. അത് കേരള ചരിത്ര പഠനത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ചും അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ കഴിഞ്ഞ കുറെ ആഴ്ചകളായി വെബിനാറുകൾ, കാരണം ഇപ്പൊ കോവിഡ് മഹാമാരി ബാധിച്ചത് കൊണ്ട് നമുക്ക് മുഖാമുഖം സംസാരിക്കാൻ, ഒരുമിച്ച് യോഗം വിളിച്ചു ചേർത്ത് സംസാരിക്കാൻ, ഒരു ഹാൾ മുറിക്കകത്തിരുന്ന് വർത്താനം പറയാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളതിനാൽ നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വെബിനാറുകളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കുറെ വെബിനാറുകൾ ഇതിനു മുമ്പ് നടന്നു കഴിഞ്ഞു. അതിപ്രശസ്തരായ വ്യക്തികളാണ് അതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്. 1.5-2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ആ വെബിനാറുകൾ, അല്ലെങ്കിൽ ആ അവതരണങ്ങളും അവയോടുള്ള പ്രതികരണങ്ങളും നടന്നു വരികയാണ്. അത് മിക്കവാറും ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു നടന്നത്. കാരണം നമുക്കൊരു അഖിലേന്ത്യാ തലത്തിലും നല്ലൊരു ശ്രോതാക്കൾ, അഭ്യുദയകാംക്ഷികൾ KCHRന് ഉള്ളത് കൊണ്ട് ആ പ്രബന്ധ അവതരണങ്ങളൊക്കെ തന്നെ കൂടുതലും ഇംഗ്ലീഷിലാണ് നടന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികളെ കൂടെ ഇതിന്റെ പരിഗണനയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുഴപ്പം പറ്റി. അത്തരത്തിലൊരു പ്രശ്നം വന്നതുകൊണ്ട് നമ്മളിപ്പോ
വിദ്യാർത്ഥികളെ കൂടെ അഭിസംബോധന ചെയ്യുകയാണ്. നമുക്കറിയാം കേരളത്തിന്റെ പാഠ്യപദ്ധതി അനുസരിച്ച് 10ാം ക്ലാസ് വരെ എല്ലാ വിദ്യാർത്ഥികളും ചരിത്രം, സാമൂഹ്യശാസ്ത്രം എന്ന പേരിൽ ഐച്ഛികമായി പഠിക്കുന്നുണ്ട്. ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രം പേരില്. ആ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഉപവിഭാഗമായിട്ട് ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രമീമാംസ, സാമൂഹ്യശാസ്ത്രം മുതലായ വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചു വരുന്ന കുട്ടികൾ, അതിലൊരു ഭാഗം കേരള ചരിത്രമാണ്. ലോക ചരിത്രമുണ്ട്, ഇന്ത്യ ചരിത്രമുണ്ട്, കേരള ചരിത്രവുമുണ്ട്. ആ കേരള ചരിത്രത്തിന്റെ കുറെ ഭാഗങ്ങൾ നമ്മളിപ്പോ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടിയുടെ ചില ഭാഗങ്ങൾ കേരള ചരിത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പാഠപുസ്തകങ്ങളിൽ വന്നിട്ടുണ്ട്. ഭൂമിശാസ്ത്രം വരുന്നുണ്ട്, ഭൂഘടനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, കുറെ പ്രത്യേക ഭാഗങ്ങൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതും വരുന്നുണ്ട്. എന്നാൽ ഇത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ചരിത്രം അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ മാനവീയ വിഷയങ്ങൾ ഐച്ഛികമായി പഠിക്കുന്നവർ ഉയർന്ന തലത്തിൽ, ഹയർ സെക്കൻഡറി തലത്തിൽ ഐച്ഛിക വിഷയം പഠിക്കാൻ വരുമ്പോൾ അവർക്ക് കേരള ചരിത്രം കുറച്ചേ പഠിക്കാനുള്ളൂ അവിടെയും. കാരണം NCERT ആണ് ആ പാഠപുസ്തകം പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. പാഠപുസ്തകങ്ങൾ അതേപോലെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള ചരിത്രം ഒരു അനുബന്ധ വിഷയമായിട്ട് ഒരു പ്രത്യേക പുസ്തകമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബിരുദതലത്തിൽ ഐച്ഛിക പഠനം എത്തുമ്പോഴാണ് ചരിത്രം ഒരു പ്രത്യേക അവഗാഹ മേഖലയായി എടുത്തുകൊണ്ടുള്ള പഠനം ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾ. തുടർന്ന് ബിരുദാനന്തര ബിരുദതലത്തിലും ചരിത്രം ഐച്ഛിക വിഷയമായിട്ടുണ്ട്. ഗവേഷണത്തിൽ പ്രവേശിക്കുന്നവർ ചരിത്രം മിക്കവാറും കേരള ചരിത്രത്തെ ഉപജീവിച്ചുകൊണ്ടുള്ള വിഷയങ്ങളാണ് തിരഞ്ഞെടുക്കാറുമുള്ളത്. ബിരുദതലത്തിൽ ചരിത്രം ഐച്ഛിക വിഷയമായി പഠിക്കുന്നവർക്കും കേരള ചരിത്രം ഒരു പ്രത്യേക പാഠമായിട്ടുണ്ട്. പക്ഷെ അവിടെയും ഒരു പൂർണ്ണ തലത്തിലേക്ക് കേരള ചരിത്രം പഠിക്കുന്നതിൽ ഇപ്പോഴത്തെ പാഠ്യപദ്ധതി അനുസരിച്ച് സാധ്യമാകുന്നില്ല. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നത്, നമ്മുടെ പരിസരത്ത് കാണുന്നത്, കാരണം അറിയാം കേരളം കൊച്ചു സംസ്ഥാനമാണ്. 600-650 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു കൊച്ചു സംസ്ഥാനം. ഒരു ഭാഷ സംസാരിക്കുന്ന ഏതാണ്ട് 3,35,00,000 ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ്. പിറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും പള്ളിക്കൂടത്തിൽ എത്തിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ്. ഒരു പൊതുസമൂഹം ഇവിടെ വികസിച്ചു വന്നു. അവർക്കെല്ലാം തന്നെ ചരിത്രത്തിൽ താല്പര്യവുമുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾ, ചരിത്രം കൈകാര്യം ചെയ്യുന്നവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാവരും ചരിത്രം പഠിച്ചവരും പഠിക്കാത്തവരും ചരിത്രത്തെ എടുത്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട്. ചരിത്രം ഒരു ഉപകരണമാണ്, ശക്തമായ ഒരു ആയുധമാണ് മനുഷ്യന്റെ കയ്യിലുള്ളത്. അത് ആയുധമായതുകൊണ്ട് തന്നെ അതിന് ഇരുതല മൂർച്ചയുള്ള വാളാണ്, ആയുധമാണ്. അതിൻ്റെ ഉപയോഗവും ദുരുപയോഗവും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനും ഭൂതകാലത്തിലേക്ക് നോക്കിക്കൊണ്ട് വർത്തമാനകാലത്തെ മനസ്സിലാക്കാനും ഭാവിയിലേക്ക് കണ്ണുകൾ വായിക്കാനും കഴിയുന്ന തരത്തിൽ ചരിത്രത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്നാൽ അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാലോ, നിലവിൽ കേരളം ആർജിച്ചിട്ടുള്ള, കേരളം മാത്രമല്ല ലോകത്തെ ഏത് സമൂഹമായാലും ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളെ, മാനവികതയെ, ഐക്യത്തെ, ഒരുമയൊക്കെ തകർക്കാനും അതിന് സാധിക്കും ചരിത്രത്തിന്റെ ദുരുപയോഗം. നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ പഴക്കമുള്ള തകർക്കപ്പെടുന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രാതീത കാലത്തും അതിനുശേഷവും നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ ചരിത്രബോധമില്ലാത്തതിന്റെ പേരിൽ തകർത്ത് കളയുന്ന അവസ്ഥയുണ്ട്. ഈ കെട്ടിടത്തിന്റെയോ ഒരു മന്ദിരത്തിന്റെയോ കോട്ടയുടെയോ കൊത്തളത്തിന്റെയോ ഉപയോഗം ഇനി എന്തിന് എന്ന് പറഞ്ഞ് നശിപ്പിച്ച് കളയുന്നവരുണ്ട്. പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട ഇരണിയൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പത്മനാഭപുരം കൊട്ടാരത്തിനും ഏതാനും കിലോമീറ്റർ അകലെ കിടക്കുന്നതാണ് ഇരണിയൽ കൊട്ടാരം. വേണാട് രാജവംശത്തിന്റെ തുടക്കം അവിടുന്നാണെന്ന് പറയാം. 600-700 കൊല്ലം പഴക്കമുള്ള ഒരു വലിയ കൊട്ടാരം അവിടെ നിൽപ്പുണ്ട്. അസ്ഥിപഞ്ചരം പോലെ ഓടുകളെല്ലാം പാറി പറന്നുപോയി, കഴുക്കോലുകളെല്ലാം തന്നെ അസ്ഥിപഞ്ചരം പോലെ ഇങ്ങനെ വെളിയിൽ നോക്കി, ചുമരുകളിൽ ആല് കിളിർത്ത്, അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന ഒരു കുളത്തിൽ കാട്ടുചെടികൾ വളർന്ന് കൽപ്പടവുകൾ ഇളകി അടർന്ന് കിടക്കുന്ന ഒരു മനോവേദന, ചരിത്രത്തെയും ഭൂതകാലത്തെയും പൈതൃകത്തെയും സ്നേഹിക്കുന്നവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ച അവിടെയുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. കേന്ദ്ര സർക്കാർ 3 കോടി രൂപ കൊടുത്ത് അതിനെ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടും സർക്കാർ താല്പര്യം കാണിക്കാത്തത് കൊണ്ടോ എന്തോ എന്നറിയില്ല, ആ കെട്ടിടം
തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നതാണ്. നമ്മളത് തമിഴ്നാട്, കേരളത്തിലെ പഴയ തിരുവിതാംകൂർ, കേരളത്തിന്റെ തുടക്കം അവിടമാണ്. അവിടുത്തെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ പലതും സംഭവിക്കുന്നുണ്ട്. തകർന്നു പോകുന്ന കെട്ടിടങ്ങൾ നമുക്ക് സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. പഴയകാലത്തെ കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെ നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. അതിലൊക്കെ ജനങ്ങൾക്ക് താല്പര്യവുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യേണ്ടി വരുമ്പോൾ പ്രാദേശിക ചരിത്ര രചനയിലാണ് കുട്ടികൾ ഏർപ്പെടുന്നത്. അങ്ങനെ ഏർപ്പെടുമ്പോൾ അവർ പഴയ കാലത്തെ മന്ദിരങ്ങളെ സംബന്ധിച്ച്, കോട്ടകളെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തുന്നുണ്ട്. അതിപ്രാചീനങ്ങളായ ദേവാലയങ്ങൾ, ക്രൈസ്തവ, ഇസ്ലാമിക, ജൂത ദേവാലയങ്ങൾ, പിന്നീടുള്ള ഹിന്ദു ദേവാലയങ്ങൾ, കോട്ടകൾ, അവയെക്കുറിച്ചൊക്കെ പഠനം നടത്തുമ്പോൾ അവയ്ക്ക് ശരിയായ ഒരു നിരീക്ഷണം, ഒരു മാർഗനിർദ്ദേശം നൽകാൻ, ഒരു ദിശാബോധം നൽകാൻ ചരിത്ര അഭ്യസനം ശാസ്ത്രീയമായി നടത്തേണ്ടതുണ്ട്. ആ ശാസ്ത്രീയമായ രീതിയിലേക്ക് ചരിത്ര പഠനത്തെ സഹായിക്കുക എന്നുള്ളത് KCHRന്റെ ജന്മദൗത്യമാണ്. ആ ദൗത്യം നിറവേറ്റാനുള്ള സംരംഭത്തിലാണ് ഞങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. എന്താണ് ചരിത്രം, എങ്ങനെയാണ് ചരിത്രം ഉരുത്തിരിഞ്ഞു വരുന്നത്, എങ്ങനെയാണ് മനുഷ്യന് പുരോഗതി ഉണ്ടാകുന്നത്, വെറും കൈയും കമ്പും കൊണ്ട് ആഹാരം സമ്പാദിച്ചിരുന്ന പ്രാചീനമായ പ്രാകൃതമായ അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ വരെ, ആധുനിക വാർത്താവിനിമയ സങ്കേതങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായം, ഇതുവരെയുള്ള എല്ലാ ഉപകരണങ്ങളും മനുഷ്യ നിർമ്മിതിയാണ്. ഈ ഉപകരണങ്ങൾ നിർമ്മിച്ചത് കൊണ്ടാണ് നമുക്ക് ബുദ്ധി ഉണ്ടായത്, നമ്മൾ വിവേകമുള്ളവരായത്, നമുക്ക് പുരോഗതി ഉണ്ടായത്, നമുക്ക് ചരിത്രത്തെയും ശാസ്ത്രത്തെയും നേരാവണ്ണം പഠിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുന്നത്. സഹസ്രാബ്ദങ്ങൾ നീണ്ട ഈ മനുഷ്യന്റെ ഈ പുരോഗതിയിൽ, ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തെയും കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കാനുള്ള എല്ലുകകൾ, ധാരണകൾ അത് കൊടുക്കുക എന്നതാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ ഉദ്ദേശം. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ രാജഗുരുക്കൾ സാറാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഞങ്ങൾ തയ്യാറാക്കിയ പാഠ്യപദ്ധതി അനുസരിച്ചാണെങ്കിൽ 1 കൊല്ലത്തോളം എടുക്കും കേരള ചരിത്രം പ്രഭാഷണത്തിലൂടെ അവതരിപ്പിച്ചു തീരാൻ. ആഴ്ചയിൽ ശരാശരി 2 പ്രഭാഷണങ്ങൾ വീതം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും 52 ആഴ്ചയുള്ള ഒരു വർഷത്തിൽ 104, ഒരു 100 പ്രഭാഷണങ്ങളെങ്കിലും വേണ്ടിവരും നമുക്ക് അതിപ്രാചീന കാലം മുതൽ അങ്ങേയറ്റത്തെ നമ്മൾ എത്തി നിൽക്കുന്ന വർത്തമാന കാലം വരെ ഉള്ള വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഇത് ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികളെയും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും, ഇതിപ്പോ ഓൺലൈനിലാണ് വെബിനാറായിട്ട് നടക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾ ഇത് കാണുമ്പോൾ അവരുടെ വീട്ടിലെ അംഗങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക് കാണാൻ പറ്റും. താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് കാണാൻ പറ്റും, ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് കാണാൻ പറ്റും, ചരിത്രം ഐച്ഛിക വിഷയമായി പഠിച്ചിട്ടില്ലാത്തവർക്ക് കാണാൻ പറ്റും, ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് കാണാൻ പറ്റും. ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കും ആരോഗ്യശാസ്ത്രം പഠിക്കുന്നവർക്കും സാങ്കേതിക വിദ്യ പഠിക്കുന്നവർക്കും അതിന് ഒരു ചരിത്രമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങളുടെ ഈ ചരിത്ര പ്രഭാഷണ പരമ്പരയ്ക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോ രാജഗുരുക്കൾ സാറ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് കേരള ചരിത്ര രചനയുടെ പ്രശ്നങ്ങളും സമീപനവും എന്നതാണ്. ചരിത്ര രചനയ്ക്ക് ആധാരമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ചരിത്രകാരൻ അവലംബിക്കേണ്ട രീതിശാസ്ത്രം എന്താണ്, വസ്തുനിഷ്ഠത എന്താണ്, മുതലായ കാര്യങ്ങൾ അതെങ്ങനെയാണ് ഇന്നേ വരെയുള്ള കേരള ചരിത്ര പഠനത്തിന്റെ എലുകകളെ നിർണയിച്ചത്, ഏതേതെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ളത്, രേഖകളുടെ ശേഖരണം എങ്ങനെ വേണം, അതിൻ്റെ അപഗ്രഥനം എങ്ങനെ വേണം. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പുരാരേഖാ വകുപ്പിൽ തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് താളിയോലകൾ, ചുരുണ എന്നാണ് അതിന്റെ പേര്, താളിയോലകൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിന്റെ ഉപദേശക സമിതിയുടെ അധ്യക്ഷനാണ് ഈ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട മൈക്കിൾ തരകൻ സാർ. പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ ഒരു ചരിത്രകാരനായ ഡോക്ടർ രാഘവാരി സാറ് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീട്ടി വയ്ക്കാനുള്ള ഓലകൾ അതിനകത്തുണ്ടെന്നാണ്. 650 കിലോമീറ്റർ നീളത്തിൽ വയ്ക്കാൻ പറ്റുന്ന താളിയോലകളാണ് ഈ ചുരുണകൾക്കുള്ളിൽ ഇരിക്കുന്നത് എന്നാണ്. അത് മലയാളമുണ്ട്, മലയാണ്മയുണ്ട്. മലയാളത്തിന്റെ ഇന്നത്തെ രൂപം വരുന്നതിന് മുമ്പത്തെ ലിപിയിൽ എഴുതിയിട്ടുള്ളവയുണ്ട്. വട്ടെഴുത്തിലും കോലെഴുത്തിലുമുള്ള രേഖകൾ, ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിനുള്ള താളിയോലകൾ. അവയെ വായിച്ച് പഠിച്ച് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കേരള ചരിത്രം വ്യത്യസ്തമാകും.
ലിഖിത സാക്ഷ്യങ്ങളെ, ലിഖിത ലക്ഷ്യങ്ങളെ കണക്കാക്കി അല്ലെങ്കിൽ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നേ വരെ ചരിത്ര രചന നടത്തിയത്. കുറെ പുരാവസ്തു ലക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ ഏതാണ്ട് 1000 കൊല്ലത്തോളം പഴക്കമുള്ള, ലക്ഷക്കണക്കിന് എണ്ണമുള്ള ഈ ചുരുണകൾ പരിശോധിച്ചാൽ നമ്മുടെ വൈജ്ഞാനിക സാഹിത്യം എന്തായിരുന്നു? ഈ രേഖകൾക്കുള്ളിൽ അത് ഭാഷയിൽ എഴുതി വച്ചിരിക്കുകയാണ്. വിജ്ഞാനത്തെ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ഉപകരണമാണ്, അല്ലെങ്കിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള ഉപകരണമാണല്ലോ ഭാഷ. ആ ഭാഷയെ നേരാവണ്ണം നമുക്ക് വായിക്കാൻ കഴിഞ്ഞാൽ, പ്രാചീന ലിപിയെ പുനരാവിഷ്കരിക്കാൻ സാധിച്ചാൽ, കേരള ചരിത്രത്തെ സംബന്ധിച്ച് നമുക്കൊന്നുണ്ടായിരിക്കുന്ന ധാരണകൾ മാറ്റി എഴുതേണ്ടി വരും. പുതിയ തെളിവ് കിട്ടുമ്പോൾ ചരിത്രകാരൻ പുതിയ ചരിത്രം രചിക്കണം. അതാണ് ചരിത്ര രചനയുടെ രീതിശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഇതിൽ ശാഠ്യങ്ങളില്ല. ശാഠ്യങ്ങളില്ല എന്ന് പറയാൻ കാരണം, തെളിവുകൾ ശേഖരിക്കുമ്പോൾ പുതിയ തെളിവുകൾ കിട്ടുന്നതിനനുസരിച്ച് ചരിത്രകാരൻ അത് പുനർരചിക്കാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് പ്രസിദ്ധ ചരിത്രകാരനായ EH കാർ പറയുന്നത്, ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള അവിരാമമായ സംഭാഷണമാണ് ചരിത്രം എന്ന്. അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് പാസ്റ്റ്. വർത്തമാനകാലം ഭൂതകാലത്തോട് സംസാരിക്കുകയാണ്. ഭൂതകാലത്തിന് സംസാരശേഷിയില്ല. അത് നിശബ്ദമായി അങ്ങനെ നിൽക്കുകയാണ്, കിടക്കുകയാണ്. ആ ഭൂതകാലത്തോട് വർത്തമാനകാലം സംസാരിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം, വർത്തമാനകാല ചരിത്രകാരൻ ഭൂതകാലത്തിലേക്ക് ഊളിയിട്ടു പോകുന്നു. അവന്റെ മുമ്പിൽ ഈ രേഖകളെല്ലാം തന്നെ നിധികളാണ്. ആ നിധികൾ കണ്ടെത്തി പരിശോധിച്ച് ചരിത്രരചനയ്ക്ക് തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോൾ നമ്മൾ നിലവിലുണ്ടാക്കിയ ധാരണകൾ മാറേണ്ടതായി വരും. ഓരോരോ ഘട്ടത്തിലും നമ്മൾ ചരിത്രരചന നടത്തുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, അവയെ എങ്ങനെ സമീപിക്കണം എന്നത് സംബന്ധിച്ചാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ എന്നിവ അവതരിപ്പിക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ചയിലും അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം കൂടെ ഉണ്ടാകും. 2 പ്രഭാഷണങ്ങളാണ് ഉദ്ഘാടന പ്രഭാഷണം നിലയ്ക്കും അടുത്ത അനുബന്ധ പ്രഭാഷണം നിർവഹിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പുരാതത്വ വിജ്ഞാനീയത്തെ സംബന്ധിച്ചും പുരാരേഖാ വിജ്ഞാനീയത്തെ സംബന്ധിച്ചും അതേപോലെ മഹാശിലാ സംസ്കാരത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ചരിത്ര പഠനം പുരോഗമിച്ചതിന് ശേഷം നമ്മൾ ഈ കാർഷിക സംസ്കൃതിയിലേക്ക് കടക്കും. പഴന്തമിഴ് പാട്ടുകാലത്തെ ചരിത്രത്തിലേക്ക് കടക്കും. അങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് ചരിത്ര പഠനവും ഈ പ്രഭാഷണവും പുരോഗമിക്കും. ഇന്നിപ്പോ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ രാജൻ ഗുരുക്കളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ അദ്ദേഹം അത്രയ്ക്ക് പ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ്. നിലവിൽ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. നേരത്തെ MG സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്നു. അതിനു മുമ്പ് അതേ സർവകലാശാലയിൽ തന്നെ ചരിത്ര വിഭാഗത്തിന്റെ അധ്യക്ഷനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തുമായി നിരവധി സർവകലാശാലകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ചരിത്ര പണ്ഡിതനാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ. നിരവധിയായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതുണ്ട്. പ്രത്യേകിച്ച് 2 ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ളവയാണത്. ഒന്ന് സോഷ്യൽ ഫോർമേഷൻസ് ഓഫ് എയർലി സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം. സമൂഹ രൂപീകരണം, ആദ്യകാല അല്ലെങ്കിൽ പ്രാചീന ദക്ഷിണേന്ത്യയിലെ സമൂഹ രൂപീകരണത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അതിനുശേഷമുള്ളതാണ് ഇൻഡോ റോമൻ ട്രേഡ്, ഇന്ത്യയും റോമ സാമ്രാജ്യവും തമ്മിലുള്ള അല്ലെങ്കിൽ റോമൻ ലോകവുമായിട്ടുള്ള വ്യാപാരത്തെ സംബന്ധിച്ച ശ്രദ്ധേയമായ ഒരു കൃതി. ആ കൃതിയുടെ അനാവരണം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പട്ടണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്ഖനനത്തിന്റെ രേഖകളും കൂടി അതിനകത്ത് വരുന്നുണ്ട്. കൊടുങ്ങല്ലൂരും അതിന് സമീപ പ്രദേശങ്ങളിലും എങ്ങനെയാണ് ഒരു കാലത്തൊരു തുറമുഖമായിരുന്നതെന്നും പെരിയാറിന്റെ തീരം എങ്ങനെയാണ് ഒരു സംസ്കൃതിയുടെ ഭൂമികയായി തീർന്നതുമൊക്കെ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ചരിത്ര ഗവേഷണത്തിലും ചരിത്ര രചനയിലും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രകാരനാണ് നമ്മോട് സംവാദിക്കുന്നത്. അദ്ദേഹം എത്തിച്ചേരും ഉടനെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ് എന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ KCHR അദ്ദേഹത്തെ പ്രതീക്ഷിക്കുകയാണ്. ഈ ചരിത്ര പ്രഭാഷണ പരമ്പര ആഴ്ചയിൽ 2 വീതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ആദ്യത്തെ 5-6 പ്രഭാഷണങ്ങൾക്കുള്ള പണ്ഡിതന്മാരെ മാത്രമേ ഞങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളൂ. തുടർന്ന് ഈ പരിപാടി മുന്നോട്ട് പോകും. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയ നിവാരണത്തിനുള്ള അവസരമുണ്ടാകും. അതിൻ്റെ അനൗൺസ്മെന്റ് നമ്മുടെ അക്കാഡമിക് റിസർച്ച് ഓഫീസർ ശ്രീമതി റേച്ചൽ നിങ്ങളെ അറിയിക്കും അല്ലെ. അപ്പോൾ അക്കാഡമിക് കോർഡിനേറ്റർ ഭാഷ്യ നിങ്ങളെ അറിയിക്കും. അത് പിന്നാലെ വരെ അറിയിപ്പായിട്ട് വരും. നിങ്ങൾക്ക് സംശയങ്ങൾ ദുരാന്നുള്ള കാര്യങ്ങൾ എഴുതി ചോദിക്കാം. അത് ആങ്കർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ആമുഖ പ്രഭാഷണം നിർത്തുകയാണ്. ഇനി അതിൻ്റെ ഊഴം നമ്മുടെ ഈ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മൈക്കിൾ തരകൻ സാറാണ്. സാറിൻ്റെ
ആമുഖ പ്രഭാഷണത്തിനായിട്ട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട്, ഇത് നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ, നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും കൂടി ചർച്ച ചെയ്യണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഇത് ജനകീയമാക്കുക, ചരിത്രത്തെ ജനകീയമാക്കണം. ചരിത്രം എന്താണെന്ന് നാട്ടുകാരോട് പറയണം. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം നമുക്കറിയുമെന്ന് സംശയമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പേരറിയാം, ഒരുപക്ഷെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും പേരറിയും. അപ്പൂപ്പൻ്റെ പേര് നമുക്കറിയില്ല, അവരെവിടുന്ന് വന്നു എന്നറിയില്ല. നമ്മുടെ വീട് എന്നാണ് വച്ചത് എന്നറിയില്ല, എന്നാണ് വച്ചത് എന്ന് നമുക്കറിയില്ല. എന്തുപകരണങ്ങൾ കൊണ്ടാണ് അത് വെച്ചത് എന്നറിയില്ല. മൺകട്ടി കൊണ്ടാണ് നിർമ്മിച്ചെങ്കിൽ ആ മൺകട്ടി എങ്ങനെ ഉണ്ടാക്കി എന്നറിയില്ല. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിചാരം, സഞ്ചാരം, വിനോദം, കായികം, ഭാഷ, സംസ്കാരം, ഇങ്ങനെ എത്രയോ കൊച്ചു കൊച്ചു ഘടകങ്ങൾ ചേർന്നതാണ് സമൂഹത്തിന്റെ ജീവിതം. സമൂഹ രൂപീകരണത്തിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ആഹാര രീതിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? കഴിഞ്ഞ 50 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? കഴിഞ്ഞ 50 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിലും ആരോഗ്യ സങ്കല്പത്തിലും നമ്മുടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? കഴിഞ്ഞ 1 നൂറ്റാണ്ടിനിടയ്ക്ക് നമ്മുടെ അച്ചടി വിദ്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഇനിയിപ്പോൾ അച്ചടി ഇല്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പണ്ട് കൈകൊണ്ട് എഴുതിയിരുന്നു, അത് ഓലയും നാരായവും വെച്ച് എഴുതിയിരുന്നു. പിന്നെ കടലാസ് കണ്ടുപിടിച്ചപ്പോൾ കടലാസും പേനയും കൊണ്ട് എഴുതി. പിന്നീട് കടലാസ് മുക്കുമഷി പേനയും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ക് പോട്ടും ഉണ്ടായിരുന്നു പാഠപുസ്തകത്തിൽ, മഷിക്കുപ്പിയും. പിന്നീട് ഫൗണ്ടൻ പേന വന്നു. പിന്നീട് ഇപ്പോൾ ഉപയോഗിക്കുന്ന റീഫിൽ പേന വന്നു. ഇപ്പൊ റീഫിൽ പേനയും ഒന്നും എഴുതേണ്ടതില്ല, കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നമുക്ക് അക്ഷരങ്ങൾ കോറിയിടാം. അത് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ ശേഖരിച്ചു വെക്കേണ്ട, നമുക്കിങ്ങനെ പുസ്തകം വായിക്കേണ്ട, ഇത് കമ്പ്യൂട്ടറിൽ നോക്കി വായിക്കാം. റീഡിംഗ് എന്ന് പറയും, സ്ഥിരവായന. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഗ്രന്ഥശാലകളല്ല, സെർവർ കേന്ദ്രങ്ങളായിരിക്കും. ഗ്രന്ഥാലയങ്ങൾ കാണില്ല. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അല്ലെങ്കിൽ പേജുകൾ ശേഖരിച്ചു വയ്ക്കാൻ കഴിയുന്ന അതിശക്തമായ സെർവറുകൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള കെട്ടിടങ്ങൾ മാത്രമേ ഭാവിയിൽ പണിയേണ്ടതായി വരികയുള്ളൂ. അപ്പോൾ നോക്കൂ, 1 നൂറ്റാണ്ട് കൊണ്ട് കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ അച്ചടി വിദ്യയിൽ വന്ന മാറ്റം, ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തെ സ്വാധീനിച്ച കാര്യമാണ്. 1 നൂറ്റാണ്ടിന് മുമ്പ്, 2 നൂറ്റാണ്ടിന് മുമ്പാണ് നമ്മൾ വസ്ത്രധാരണത്തിന് വേണ്ടി കേരളത്തിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ സ്ത്രീകൾ ധീരോദാത്തമായ സമരം നടത്തിയത്, ചിലർ രക്തസാക്ഷികളായത്. ഇപ്പോഴോ നമ്മൾ വസ്ത്രം ധാരണത്തിൽ ധാരാളിത്തം കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം മാറുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൊതുപ്രവർത്തകർ എല്ലാം തന്നെ ചരിത്രത്തെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും പുനർവായിക്കാമെന്നും ഉള്ള ഒരു ധാരണ ഉണ്ടാക്കണം. അതുകൊണ്ട് കേൾക്കുന്നവർ മറ്റുള്ളവരോടൊന്ന് പറയണം, ഒരു വാക്ക് പറയണം, ഇങ്ങനെ ഒരു കേരള ചരിത്ര പരമ്പര നയിച്ചു എന്നുള്ള, അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഇതൊരു ജനകീയ ആക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ അധ്യക്ഷ ഭാഷണത്തിനായിട്ട് മൈക്കിൾ തിറയൻ സാറിന് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊഫസർ കാർത്തികേയൻ നായർ, ഡോക്ടർ റേച്ചൽ വർഗീസ്, ഡോക്ടർ ഫാഷിയ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു അധ്യക്ഷ പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. അതിൻ്റെ കാരണം പ്രൊഫസർ രാജൻ ഗുരുക്കളിൻ്റെ നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ പ്രസംഗം അല്ലെങ്കിൽ അവതരണത്തിൽ നിന്നും സമയവും താല്പര്യവും മാറ്റരുത് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രസംഗ സ്ഥലത്തേക്ക് വരുവാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അല്പം സമയം വീണ് കിട്ടിയത് ഉപയോഗിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊഫസർ കാർത്തികേയൻ നായർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമ്മുടെ പഠന പ്രക്രിയയിൽ,
നമ്മുടെ വിദ്യാർത്ഥികളെ പ്രധാനമായിട്ടും മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ആ പ്രവർത്തനത്തെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് KCHR ഇങ്ങനെ ഒരു പ്രഭാഷണ പരിപാടി, അതും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതൽ പേർ കേൾക്കുമെന്നും കൂടുതൽ പേരിലൂടെ ഇത് മറ്റുള്ളവരിലേക്കും ചെല്ലുമെന്നും അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നതിൽ ഒരു പ്രത്യേക കാലഘട്ടം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നുമൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. പ്രൊഫസർ കാർത്തികേയൻ നായരാണ് ഈ പരിപാടിയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യവും പ്രത്യേക ദർശനവുമാണ് ഈ പരിപാടി ഈ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ തയ്യാറാക്കിയത്. ഇത് സംഘടിപ്പിക്കുവാൻ ഡോക്ടർ റേച്ചൽ വർഗീസും ഡോക്ടർ ഫാഷിയായും പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാവരും തന്നെ, അതിൽ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകയായ ഹിതയുടെ സാങ്കേതിക വിജ്ഞാനമാണ് ഈ വെബ് ടോക്കുകളുടെ പുറകിൽ പ്രവർത്തിക്കുന്നത്. എന്നെ കുറിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ഈ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ അവരുടെ ശ്രമഫലമായിട്ടാണ് ഈ വെബ് ടോക്കുകളുടെ ഈ ഒരു ശൃംഖല നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ചർച്ചകളിലൂടെ നമ്മൾ എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നത് കേരള ചരിത്രത്തെ മറ്റേത് പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും വേണ്ടതായിട്ടുള്ള സമീപനം. അതായത് നമ്മൾ പലപ്പോഴും ചരിത്രം പഠിക്കുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഗ്രന്ഥങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മറ്റ് പല സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് ഉണ്ടായിരിക്കും. ആ ആശയങ്ങളെ കവിഞ്ഞ് ഇല്ലെങ്കിൽ ആ ആശയങ്ങളെക്ക് വിരുദ്ധമായിട്ട് മറ്റൊരു ചരിത്രം മറ്റൊരു വിധത്തിൽ ചരിത്രത്തെ കാണാൻ സാധിക്കും എന്നുള്ളത് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് സംശയം തോന്നിക്കത്തക്ക വിധത്തിൽ പലർക്കും അങ്ങനെ ഒരു സമീപനം കാണുന്നില്ല എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു പ്രത്യേക സംഭവ വികാസം ഇല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രതിഭാസം അത് ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ ആയിരിക്കുമല്ലോ ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്താനും വിശകലനം ചെയ്യാനും തയ്യാറാകുക. അയാളുടെ വിശകലനവും പഠനവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി അതിന് കുറെ കൂടി വിപുലമായിട്ടുള്ള ഒരു അംഗീകാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അതേസമയം വേറെ ഒരാൾ ഇതേ വിഷയത്തെ ഒന്നെങ്കിൽ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഉപയോഗിച്ച അതേ തെളിവുകൾ തന്നെ മറ്റൊരു വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പെർസ്പെക്റ്റീവ് മറ്റൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ തയ്യാറാകുന്നു എന്ന് വരുന്നുവെങ്കിൽ ആ കാഴ്ചപ്പാടിനെയും ഇതേ ഗൗരവത്തോടു കൂടി തന്നെ കാണുവാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാകണം. ഇങ്ങനെ ഈ വിവിധ
കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭ്യമാകുന്നതിൽ നിന്നും നമ്മളുടെ സ്വന്തം തീരുമാനമനുസരിച്ച് നമുക്ക് കൂടുതൽ വിശ്വസനീയമായി തോന്നുന്ന, ഇല്ലെങ്കിൽ കൂടുതൽ അംഗീകരിക്കപ്പെടാമെന്ന് തോന്നുന്ന ദർശനം നമുക്ക് സ്വീകരിക്കുകയുമാകാം. പക്ഷേ ഈ എല്ലാ ദർശനങ്ങളെയും നമ്മൾ ഒരേ ഗൗരവത്തിൽ കാണണം. ഇല്ലെങ്കിൽ പറ്റുന്നത് നമ്മൾ ഒരു ദർശനത്തിൻ്റെ മാത്രം തടവുകാരായി പോകും. അതിനെയാണ് ഈ നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിലും പറയാറുള്ളത് പോലെ നിഷ്പക്ഷമല്ലാത്ത ചരിത്രം എന്ന് നമ്മൾ പറയുക. നിഷ്പക്ഷമായ ചരിത്രം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ രണ്ടഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിലൊന്ന് നമ്മൾ മാത്രമല്ല സ്വീകരിക്കുന്നത് എന്നല്ല. ചിലപ്പോൾ അതിലൊന്ന് മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്ന കാഴ്ചപ്പാടിനെയും അതേ ഗൗരവത്തോടു കൂടി തന്നെ വിശകലനം ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇതുതന്നെയായിരിക്കണം ചരിത്ര രചയിതാവും സ്വീകരിക്കേണ്ടത്. ചരിത്ര രചയിതാവ് സ്വീകരിച്ച പഠന സമീപനം, ആ സമീപനത്തിന് നിന്ന് മാറി മറ്റൊരു സമീപനത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ച പ്രതിഭാസത്തെയും സംഭവത്തെയും മറ്റൊരു ആള് അതിനേക്കാൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും പഠന വിധേയമാക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ ചരിത്രകാരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പിൻവലിക്കേണ്ടതാണ്. പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടതാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്താമെന്ന് കരുതുകയാണ്. പ്രൊഫസർ രാജൻ ഗുരുക്കൾ വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൊഫസർ രാജൻ ഗുരുക്കളിൻ്റെ പ്രസംഗം നമുക്ക് അവതരണം നമുക്ക് ഇനി കേൾക്കാം. പ്രൊഫസർ രാജൻ ഗുരുക്കൾ. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ഡോക്ടർ രാജൻ ഗുരുക്കൾക്ക് സ്വാഗതം പറഞ്ഞതാണ്. അത് ശ്രോതാക്കൾക്ക് വേണ്ടിയാണ്. പ്രഭാഷകൻ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ കൂടിയായിട്ട് ഞാൻ പ്രത്യേക സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹം ഉദ്ഘാടന പ്രഭാഷകനാണ്. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അടുത്തയാഴ്ച ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ചരിത്രം നോക്കുമ്പോ അവളവിടെ കാണുന്നില്ല. താഴെയാണ് കേരള ചരിത്രം രചിക്കപ്പെട്ടു തുടങ്ങിയത് മുതൽക്ക് പല ഘട്ടങ്ങളിലായി രചന നേരിട്ട പ്രശ്നങ്ങൾ പ്രതിപാദിക്കേണ്ടി വരും. ഓരോ ഘട്ടത്തിലും പ്രശ്നങ്ങൾ പലതായിരുന്നിരിക്കും. പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച സമീപനങ്ങൾ പ്രതിപാദിക്കേണ്ടി വരും.
അപ്പൊ അതുകൊണ്ട് അത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. അത് ഇതുപോലെ ഒരു ചെറിയ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ സംസാരിക്കുന്നത് ചരിത്രം എന്നത് നമ്മുടെ മനസ്സിലൊക്കെ, കേരള ചരിത്രം എന്ന് പറയുമ്പോൾ നിലവിലുള്ള അറിവ് അതൊരു സ്ഥിതിയാണ്. ആ സ്ഥിതി എന്ന രീതിയിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഗതി ആണ് നമ്മൾക്ക് വിശകലനം ചെയ്യാനുള്ളത്. അപ്പൊ ചരിത്രം എന്ന സ്ഥിതി, അറിവിന്റെ സ്ഥിതിയും അതിൻ്റെ ഗതിയും അതുമായി ബന്ധപ്പെടുന്ന വളരെ പൊതുവിലുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോ ഈ ചെറിയ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കുന്നു. വിശാലമായ രീതിയിൽ കേരള ചരിത്ര രചനയുടെ ചരിത്രം വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും കേരള ചരിത്ര രചന അഭിമുഖീകരിച്ച പ്രശ്നങ്ങളും ഓരോ ഘട്ടത്തിലെയും സമീപനവും അത് വിശദമായ രീതിയിൽ അതാത് ഘട്ടത്തെക്കുറിച്ചുള്ള വിശേഷാവഗാഹ പ്രഭാഷണങ്ങളിൽ വരും. നമ്മൾ സാധാരണ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് പൊതുവിൽ ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയുടെ രീതിയിൽ പറയുന്ന സംഗതികളുണ്ട്. അത് മാത്രമേ ഞാൻ ഇവിടെ സ്പർശിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചരിത്ര രചന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, രചനയ്ക്ക് ഉപാദാന സാമഗ്രികൾ വേണം. ഉപാദാന സാമഗ്രികൾ വിശകലനം ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു രീതിശാസ്ത്രം വേണം. രീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവ് സാമഗ്രികളുടെ, ഉപാദാനങ്ങളുടെ പരിശോധനയിലൂടെയാണ് ചരിത്രം രചിക്കുന്നത്. പക്ഷേ ചരിത്രം എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിതി, അത് പല പാഠപുസ്തകങ്ങളിലും വളരെ പണ്ഡിതോചിതമായ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിലും ഒക്കെയുള്ള അറിവിന്റെ ഒരു തലം ആണ്. പക്ഷെ നമ്മൾ വളരെ വളരെ പൊതുവായിട്ടുള്ള രീതിയിൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ഘടകങ്ങളൊക്കെ തന്നെയും നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്പഷ്ടത ഉള്ള സംഗതികളല്ല. ഇപ്പൊ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലൊരു ഇടം ഉണ്ട്. അത് ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മൾക്കൊക്കെ പരിചയമുള്ള ഒരു സംസ്ഥാനം എന്ന രീതിയിലാണ്. ആ സംസ്ഥാനം എന്ന നിലയ്ക്ക് അതിർത്തിരിച്ചിട്ടുള്ള ഭൂപ്രദേശം ചരിത്രത്തിൽ പുറകോട്ട് പോകുമ്പോൾ ആ പേരിന് അഭിമന്യിപ്പിക്കാൻ കഴിയുന്ന ഒരു തരത്തിൽ ആയിരിക്കും. അവിടെ തന്നെ ഒരു വളരെ റഫായിട്ടുള്ള രീതിയിൽ ഒരു ഭൂപ്രദേശം മാത്രമേ നമ്മുടെ മനസ്സിൽ ഉള്ളൂ. അതുപോലെ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പ്രദേശത്തിന്റെ ചരിത്രം എന്ന രീതിയിൽ ആണ് അത് വരുന്നത്. ആ പ്രദേശത്തിന്റെ ചരിത്രം എഴുതുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാണ് പോവുക. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം നമ്മുടെ മനസ്സിൽ സ്പഷ്ടമായ ഒരു ഭൂപ്രദേശം എന്ന നിലയ്ക്ക് നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ധാരണകൾ, ഈ ധാരണകൾ നിലവിലുള്ള പാഠങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്താണോ ഇപ്പോഴത്തെ അറിവ്, ആ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ അറിവിന്റെ നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ തരത്തിൽ വിഷയത്തിലേക്ക് പ്രവേശിക്കാതെ ഞാൻ ആലോചിക്കുന്നത്, ഒരു വലിയ ഭൂപ്രദേശം നമ്മൾക്ക് ഇന്ന് മനസ്സിലുള്ള പശ്ചിമഘട്ടം ഒരു വശത്തും മറുവശത്ത് കടലും ആയി
തെക്ക് വടക്കായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു ഭൂപ്രദേശം, കടലോരം ഒരു വശത്ത്, മലയോരം വേറൊരു വശത്ത്, ഇടനാടുകളായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം വേറൊരു വശത്ത്. ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഈ ലാൻഡ്സ്കേപ്പിന്റെ തന്നെ ചരിത്രമുണ്ട്. അത് അതിന്റെ പാരിസ്ഥിതിക ചരിത്രമാണ് ഈ ഭൂപ്രദേശത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്ന മാറ്റങ്ങൾ. ഈ ഭൂപ്രദേശത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാണ്. കാരണം മനുഷ്യർ ഓരോ ഘട്ടത്തിലും ഈ പ്രകൃതിയുമായി, ഈ പരിസ്ഥിതിയുമായി ഇടപെട്ടാണ് സ്വന്തം നിലനിൽപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നത്. ആദ്യം മനുഷ്യന്റെ ഇടപെടൽ ഈ പാരിസ്ഥിതിക വ്യവസ്ഥയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ലെങ്കിലും ക്രമേണ അത് വലിയ വ്യത്യാസങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അത് ഓരോ ഘട്ടത്തിലും നിലനിൽപ്പിനു വേണ്ടി മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആണ് മുമ്പോട്ട് പോയത് എന്നതിനനുസരിച്ച് ആദ്യം മനുഷ്യൻ നിലനിൽപ്പിന് വേണ്ടി സ്വീകരിച്ചിരുന്ന പ്രകൃതി വിഭവങ്ങളല്ല പിന്നീട് വേണ്ടിവരുന്നത്. അപ്പൊ എപ്പോഴും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ നിലനിൽക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു സാങ്കേതിക വിദ്യയാണ്. സാങ്കേതിക വിദ്യയുടെ ഏതെങ്കിലും ഒരു തലം ഉണ്ടാവും. അതിപ്രാചീന കാലത്തെ സാങ്കേതിക വിദ്യ അത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രവർത്തനം, അങ്ങനെ അതിദീർഘമായ ഒരു കാലയളവ്. ആ കാലയളവിൽ എന്തായിരുന്നു ഈ പറയുന്ന ലാൻഡ്സ്കേപ്പിന്റെ സവിശേഷതകൾ? നമുക്കൊരു ധാരണ വേണം അതിനെപ്പറ്റി. ഇപ്പൊ ഭൂരിഭാഗവും പശ്ചിമഘട്ടവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള താഴ്വരകളും വലിയ ആർദ്രവനങ്ങളുടെ ഒരു പ്രദേശം, ആർദ്ര അല്ലാർദ്ര വനങ്ങളുടെ ഒരു വലിയ പ്രദേശം. അതായത് കാട്, നിത്യഹരിത വനങ്ങൾ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ചെമ്മൺ പ്രദേശങ്ങളിലേക്ക് ധാരാളം ഇറങ്ങിക്കിടന്നിരുന്ന ഒരു സാഹചര്യമാണ്. അത് കഴിഞ്ഞുള്ള പ്രദേശം വെള്ളക്കെട്ടുകളും ചതുപ്പുകളും ആയി കിടക്കുകയാണ്. പിന്നീട് അത് കടലോര പ്രദേശത്തേക്കും ചേർന്ന് കിടന്നു. വളരെ സമൃദ്ധമായി വെള്ളം ഉള്ള ധാരാളം നദികൾ, 44 നദികളുടെ കാര്യം മാത്രമേ നമ്മളിപ്പോ പറയുന്നു. പക്ഷേ അനേകം നദികൾ, ഇതിലും എത്രയെങ്കിലും നദികൾ ഒഴുകിയിട്ടുണ്ടാവും. പല വയലുകളും നോക്കിയാൽ നമുക്കറിയാം, ഈ വയലുകളൊക്കെ തന്നെയും പഴയ കാലത്തെ ഒഴുക്കിന്റെ വഴികളാണ്. പിൻവാങ്ങിയ പല പുഴകളുടെയും ചാലുകളാണ് ഈ വയലുകൾ. അതിദീർഘമായ വയലുകൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു പുഴയുടെ ഒഴുക്കാണ്. ഫ്ലൂവിയൽ പാത്സ് എന്ന് പറയും. അങ്ങനെ അത്തരം പ്രദേശങ്ങളൊക്കെ തന്നെയും ഒന്നുകിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പ്രദേശമാണ്, അതല്ലെങ്കിൽ ചതുപ്പുകളായി കിടന്നിരുന്നതാണ്, അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളായിട്ട് കിടന്നിരുന്നതാണ്. കടലോരം പിന്നെ കടലോരമായി തന്നെയും നിൽക്കും. പക്ഷെ കടല് കുറെ കൂടി അകത്തേക്ക് കടന്നു നിന്നിരിക്കാൻ സാധ്യതയാണ്. ഇങ്ങനെയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ പാരിസ്ഥിതിക വ്യവസ്ഥയിൽ മനുഷ്യന്റെ നിലനിൽപ്പ് തുടങ്ങുന്ന ഒരു ഘട്ടം മുതൽക്ക് നമ്മൾക്ക് ചരിത്രം പറയേണ്ടത്. ആ ചരിത്രം തുടങ്ങുന്നത് വാസ്തവത്തിൽ സഹ്യന്റെ നെറുകയിൽ നിന്നാണ്. ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് ആണ് മനുഷ്യന്റെ കഥ തുടങ്ങുന്നത്. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ നിലനിൽപ്പ് അവരുടെ വേട്ടയാടലിന്റെ സൗകര്യം ഉള്ള ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ആണ്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഒരു അവരോഹണത്തിന്റെ കഥയാണ് ചരിത്രം കാണിക്കുന്നത്. അപ്പൊ അത് വിശദമായിട്ട് ഓരോ ഘട്ടത്തിലെയും
മനുഷ്യന്റെ നിലനിൽപ്പും ഉപജീവന മാർഗങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. അത് വിശദമായിട്ട് ചർച്ച ചെയ്യും. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്ന സംഗതി, ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മനുഷ്യർ താഴോട്ട് ഇറങ്ങി വരുന്നതിന്റെ ഒരു പ്രക്രിയയാണ് ഈ കേരളത്തിലെ ചരിത്രം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ കൃത്യമായി ഒരു ചരിത്ര രചന നടന്നിട്ടില്ല. അതായത് പ്രകൃതിയെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടും പാരിസ്ഥിതിക വ്യവസ്ഥകളിൽ മനുഷ്യന്റെ നിലനിൽപ്പ് ഉണ്ടാക്കിയ പരിവർത്തനങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ചരിത്ര രചന നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം നമ്മൾ ഇപ്പോഴേ സങ്കല്പിച്ച് തുടങ്ങുന്നു. അങ്ങനെ ഒരു ചരിത്രം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രശ്നം, പൊതുവെയുള്ള ഒരു പ്രശ്നം. ഇനി എന്താണ് ഈ ഒരു പ്രദേശത്തെയും അവിടുത്തെ മനുഷ്യരുടെ നിലനിൽപ്പിന്റെയും പ്രത്യേകത? ഈ ആദ്യ ഘട്ടം മുതൽക്ക് തന്നെ നമുക്ക് പൊതുവെ പറയാൻ കഴിയുന്നത് അൺഈവൺനെസിന്റെ ഒരു കഥയാണ്. ഈ മനുഷ്യർ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, എങ്കിൽ പോലും വന്ന മനുഷ്യർ പല ഭാഗങ്ങളിലായി നിലനിന്നിട്ടുള്ളത് ഒരു തരം അൺഈവൺനെസ്സിനോട് കൂടിയിട്ടാണ്. ആദ്യം വന്ന അതിപ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വളരെ കുറച്ചു പേര് ചില സ്ഥലങ്ങളിൽ, അതിനുശേഷം വന്ന മധ്യമശിലായുഗത്തിലെ മനുഷ്യർ അവരും ചില പ്രദേശങ്ങളിൽ ഉണ്ട്. പിന്നെ പിൽക്കാല ശിലായുഗത്തിലെ മനുഷ്യർ, സൂക്ഷ്മ ശിലായുഗം അല്ലെങ്കിൽ സൂക്ഷ്മ ശിലായുധങ്ങളുടെ കാലം എന്ന് നമ്മൾ പറയുന്ന കാലം. ഇപ്പൊ ഈ ഘട്ടങ്ങളിലെ മനുഷ്യർക്കൊക്കെ പ്രകൃതിയുമായി അവർ ഇടപെടുന്നതിന്റെ സാങ്കേതിക വിദ്യയിൽ ചെറിയ മാറ്റങ്ങൾ, കല്ലിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ, വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് ശേഖരിച്ചത് എന്നത് അതിന്റെ ഒരു അൺഈവൺനെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. പലതരത്തിലുള്ള ആയുധങ്ങളിൽ വന്ന വ്യത്യാസങ്ങൾ. അതിദീർഘകാലം മനുഷ്യർ ഈ രീതിയിൽ അങ്ങിങ്ങായി നിലനിന്നതിന്റെ ഒരു ഘട്ടം മുതൽക്കാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അതിപ്രാചീന കാലഘട്ടത്തിലെ സ്ഥിതിയാണ് ചരിത്രാതീത കാലത്തെ സ്ഥിതികൾ. അവിടുന്ന് തുടങ്ങുന്ന ഈ അൺഈവൺനെസ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഒരു ഘട്ടം, ആ വ്യാപിച്ച പ്രദേശം, അതൊക്കെയാണ് പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ശിലായുഗത്തിലെ ഒറ്റ തിരിഞ്ഞ മനുഷ്യര്, അങ്ങിങ്ങായുള്ള ചെറിയ ഒരു നമ്പർ വരുന്ന മനുഷ്യര്, അവർ പിൽക്കാല ശിലായുഗത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ ആവാസ സ്ഥാനം താഴ്വരകൾ ആണ്. താഴ്വര എന്ന് പറയുമ്പോൾ താഴേക്കുള്ള കുന്നുകൾ എന്നാണ് അർത്ഥം. പൊക്കം കുറഞ്ഞ കുന്നുകൾ. ആ കുന്നിന്റെ ചരിവുകളൊക്കെ തന്നെ ഈ ചതുപ്പുകളാണ്. ചെമ്മൺ കുന്നുകളും അങ്ങിങ്ങായി പാറക്കെട്ടുകളും ഉള്ള ഒരു ഭൂപ്രദേശം. അവിടെയാണ് പിൽക്കാല ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിതം. താരതമ്യേന അവർ എണ്ണത്തിൽ കൂടുതലായിരുന്നു. ഇപ്പൊ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ആ അവസ്ഥയിലായിരുന്നു മനുഷ്യർ. സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മിക്കവാറും അവർ ഈ വെള്ളക്കെട്ടുകളെയും ചതുപ്പുകളെയും ആശ്രയിച്ചാണ് ഉപജീവനം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ വെള്ളക്കെട്ടുകളിലുള്ള പലതരം മത്സ്യങ്ങളും ചതുപ്പുകളിലെ മത്സ്യങ്ങളും പലതരം ചീങ്കണ്ണിയും പലതരത്തിലുള്ള ആമകളും നമ്മൾക്ക് ഇന്ന് പരിസ്ഥിതി ചരിത്രം അനുസരിച്ച് ചില ധാരണകളുണ്ട്. എന്തൊക്കെയാണ്
അത്തരം ഒരു പാരിസ്ഥിതിക വ്യവസ്ഥയിൽ മനുഷ്യന് നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഉപജീവനം നിലനിർത്തുന്ന മനുഷ്യന് ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടി വന്നിരിക്കുക? അവ ചെറിയ ക്വാഡ്സിന്റെ ചെറിയ മൂർച്ചയേറിയ കല്ല് അമ്പിന്റെ തലപ്പായി ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കാം ഇവർ വേട്ടയാടിയിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. വേട്ടയാടുന്നത് പലപ്പോഴും ഈ ചതുപ്പുകളും വെള്ളക്കെട്ടുകളും കേന്ദ്രമാക്കിക്കൊണ്ട്. അങ്ങനെ ഒരു അതിദീർഘമായ കാലത്തെ നിലനിൽപ്പ്. സാധാരണ നമ്മൾ ശിലായുധത്തിന്റെ കാര്യം പറയുമ്പോൾ നവീന ശിലായുഗം എന്ന് പറയുന്ന ഒരു ഘട്ടം വളരെ പ്രാധാന്യത്തോടുകൂടി പറയും. അതാണ് ദീർഘകാലം നിലനിന്നത് എന്നും നമ്മൾ പറയും. കേരളത്തിന്റെ ഒരു സവിശേഷത ഈ നവീന ശിലായുഗ കാലം എന്ന് പറയുന്നത് താരതമ്യേന വളരെയധികം അപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടമാണ്. സ്പഷ്ടമായ രീതിയിൽ ഒരു നവീന ശിലായുഗ ഘട്ടം കേരളത്തിനുണ്ടായിരുന്നു എന്ന് സംശയം. അത് വ്യക്തമല്ല. അങ്ങിങ്ങായിട്ട് ചില നവീന ശിലായുധങ്ങൾ തേച്ച് മിനുക്കിയ കന്മഴു കിട്ടിയിട്ടുണ്ടെങ്കിലും നവീന ശിലായുഗത്തിലേതെന്ന് പറയാവുന്ന ഒരു അധിവാസ സ്ഥാനം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അയൽ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അത് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ പരിണാമ പ്രക്രിയ, ചരിത്രഗതി, അതെന്താണ് എന്ന് നമ്മൾക്ക് ഒരു വ്യക്തതയില്ല. അത് വേറൊരു പ്രശ്നമാണ്. ഇന്ന് ചരിത്ര രചന നടത്തുന്ന ആളുകൾ, ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്ന സമഗ്രതയിലാണ് ചരിത്ര രചന നടത്തുന്നതെങ്കിൽ അവരഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഈ മനുഷ്യരുടെ അവരോഹണ ക്രമത്തിൽ അവരേറ്റവും കൂടുതൽ വർദ്ധിച്ച് വരുന്നതും അവർ നിലനിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം. അത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ വെള്ളക്കെട്ടുകളും ചതുപ്പുകളും നിറഞ്ഞ പ്രദേശമാണ്. അവിടെ അവരും ഏത് ഘട്ടത്തിലായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രഗതി, ആ ചരിത്രഗതിയിൽ അവരേത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ആ സൂക്ഷ്മ ശിലായുഗത്തിലെ മനുഷ്യരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നവീന ശിലായുഗം എന്നൊന്ന് വ്യക്തമല്ലാത്തതുകൊണ്ട്. അപ്പോ മറ്റ് അയൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളം ചരിത്രപരമായി വേറിട്ട് നിൽക്കുന്നത് ഈ ഒരു സവിശേഷതയോട് കൂടിയിട്ടാണ്. നവീന ശിലായുഗം എന്ന് പറയുന്ന ഒരു ഘട്ടം, അവിടെ കൃഷിയുമായി പരിചയപ്പെട്ട മനുഷ്യര് കൃഷിയും വേട്ടയാടലും കൂടി ഉപജീവനത്തിന്റെ മാർഗം എന്ന നിലയ്ക്ക് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന സ്ഥിതിവിശേഷം കർണാടകത്തില്, തമിഴ്നാട്ടില് അവരുണ്ട്. അവരുടെ സാന്നിധ്യം വളരെ വ്യക്തമാണ്. അവർക്ക് ആ പ്രദേശത്തെ പുരാവസ്തു വിദഗ്ധർക്ക് ഇവരുടെ അധിവാസ സ്ഥാനങ്ങളെ കുറിച്ച് നല്ല ധാരണയാണ്. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുള്ള അധിവാസ സ്ഥാനങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമേ ഈ കേരളത്തിലെ നവീന ശിലായുധങ്ങളുമായി എന്തെങ്കിലും ഉള്ളതായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നവീന ശിലായുധങ്ങൾ ഈ പ്രദേശത്തൊക്കെയുള്ള നവീന ശിലായുഗ മനുഷ്യരുടേതാണ് എന്നാണ് കരുതുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ളത് വലിയ ശേഖരങ്ങളുടെ രീതിയിൽ കിട്ടിയിട്ടുള്ളത് സൂക്ഷ്മ ശിലായുധങ്ങൾ ആണ്. അപ്പൊ നേരിട്ട് സൂക്ഷ്മ ശിലായുധത്തിൽ നിന്ന് ഒരു കാർഷിക പരിഷ്കൃതിയിലേക്ക് പരിണമിക്കുകയാണോ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അത് വ്യക്തത വരുത്തേണ്ട ഒരു വിഷയമാണ്. ചരിത്ര രചനയിൽ ഒരു
കാര്യമായ പ്രശ്നമായി ഇത് പ്രത്യക്ഷപ്പെടും. ഇനി അതും കഴിഞ്ഞ് ആ ഒരു ഘട്ടം നമ്മൾക്കറിയാം, ഈ സൂക്ഷ്മ ശിലായുഗത്തിലെ മനുഷ്യര് ഒരു ഘട്ടത്തിൽ ചിലതരം കാർഷിക വൃത്തിയിലേക്കും കടന്നിരിക്കാം എന്ന്. നവീന ശിലായുഗം എന്ന് പറയുന്ന ഒരു ഘട്ടം ഇവിടുത്തെ സ്ഥിതിക്ക് സൂക്ഷ്മശിലായുഗത്തിന്റെ തന്നെ ഭാഗമായി തുടർന്നതുകൊണ്ട് ചെമ്മൺ പ്രദേശങ്ങളിൽ കൃഷി നടത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങിയത് ഇവിടുത്തെ സൂക്ഷ്മശിലായുഗത്തിലെ മനുഷ്യരാണ് എന്ന് പറയും. അവര് അവിടെ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ളത് സാധാരണ കാണുന്ന തരത്തിൽ നവീന ശിലായുഗത്തിലെ ആയുധങ്ങളൊന്നുമല്ല. അപ്പോ അതെങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ള പ്രശ്നം, സാധിക്കുന്നിടത്തോളം മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണോ അവർക്ക് കാട്ടിൽ നിന്നെടുത്ത് അവരുടെ ആവാസ സ്ഥാനങ്ങൾക്ക് ചുറ്റും വളർത്താൻ സാധിക്കുക, അത് മാത്രമേ അവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാട്ടിൽ നിന്ന് എടുത്ത് അവർക്ക് വളർത്താൻ സാധിക്കുന്ന എന്തെങ്കിലും ചില കിഴങ്ങുകൾ, ചോളവുമായി ബന്ധപ്പെടുന്ന ചില സസ്യങ്ങൾ, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ആയുധങ്ങൾ ഈ സൂക്ഷ്മശിലായുഗത്തിൽ മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയില്ല. എന്താണ് ഈ അവാന്തര ഘട്ടത്തിന്റെ സ്ഥിതി? നമുക്ക് കൃത്യമായി പിന്നെ തെളിവുകൾ കിട്ടുന്നത്, കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ കിട്ടുന്നത് ഇരുമ്പിന്റെ വരവോട് കൂടിയിട്ടാണ്. അപ്പൊ ഈ സൂക്ഷ്മ ശിലായുഗത്തിലെ മനുഷ്യർക്കിടയിലേക്ക് ആണ് ഇരുമ്പിന്റെ ഉപയോഗവുമായി ഒരു വിഭാഗം കടന്നു വരുന്നത്. ഒരു വിഭാഗം കടന്നു വരിക മാത്രമല്ല, ചെമ്മൺ പ്രദേശങ്ങളും കരിങ്കൽ പ്രദേശങ്ങളും പൂർണ്ണമായും ഈ കടന്നു വന്ന മനുഷ്യരുടെ നിയന്ത്രണത്തിലാവുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യരെക്കാൾ വളരെയേറെ മനുഷ്യരെ ഈ ഇരുമ്പ് ഉപയോഗിക്കുന്ന സംസ്കൃതിയുടെ ഭാഗമായതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ കാലഘട്ടം കൊണ്ടായിരിക്കാം, എന്നാൽ പോലും സൂക്ഷ്മശിലായുഗത്തിലെ മനുഷ്യരെക്കാൾ എത്രയോ ഇരട്ടി ഇരുമ്പിന്റെ ഉപയോഗം അറിയുന്ന മനുഷ്യരെ വരുന്നതോടുകൂടി സംഭവിക്കുന്നുണ്ട്. ഇവിടെ എണ്ണത്തിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ സൂക്ഷ്മ ശിലായുധ ധാരികളായിട്ടുള്ള മനുഷ്യർക്ക് ഇരുമ്പിന്റെ സാങ്കേതിക വിദ്യയുമായി കടന്നു വന്ന മനുഷ്യരോട് ഏതെങ്കിലും രീതിയിൽ ഇടയാനോ സംഘർഷത്തിൽ ഏർപ്പെടാനോ ഒന്നും സാധ്യതയുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള സ്വാഭാവികമായ ഒരു ബന്ധമാണ്. എന്തൊക്കെയാണോ ഒരു വിഭാഗത്തിന് ചെയ്യാൻ കഴിയുക അവർ ചെയ്യുക, മറ്റ് വിഭാഗത്തിന് സഹായകമായ രീതിയിൽ അത് വരിക. അങ്ങനെ ഒരു റെസിപ്രോസിറ്റിയുടെ അന്തരീക്ഷം നമുക്ക് വ്യക്തമായ ധാരണയില്ല. ഈ ഒരു പ്രക്രിയ, പരിണാമ പ്രക്രിയയെ പറ്റി നമുക്ക് കൃത്യമായ ധാരണയില്ല. അതൊരു പ്രശ്നമാണ്. ചരിത്ര രചന അഭംഗുരം മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഓരോ സ്ഥലത്തും ഒരു റപ്ചർ നമുക്ക് കാണാൻ കഴിയും. അത് പരിഹരിക്കാൻ വളരെ വ്യക്തമായിട്ട് നമുക്കിന്ന് സാധിക്കുന്നില്ല. അത് തെളിവ് സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ടാണെന്നൊന്നും പറയാൻ കഴിയില്ല. തെളിവ് സാമഗ്രികൾ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലാണ്. നിലവിലുള്ള തെളിവ് സാമഗ്രികളെ ഉപയോഗപ്പെടുത്തിയത് വ്യത്യസ്തമായ രീതിയിലാണ്. അതൊക്കെ ഓരോ ഘട്ടത്തിലും ചരിത്ര രചന കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത്
അതിന് പറ്റിയ രീതിയിൽ മാത്രമേ തെളിവ് സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മൾ തെളിവ് സാമഗ്രികളെ കാണുന്ന രീതിയിലേ അല്ല പഴയ കാലഘട്ടങ്ങളിൽ. അന്ന് അവരിൽ പലരും തന്നെ കണ്ടെടുത്തിട്ടുള്ള തെളിവ് സാമഗ്രികളെ അവർ കണ്ടതും പ്രയോജനപ്പെടുത്തിയത്. അതുകൊണ്ട് ചരിത്രം എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ അതിനങ്ങനെ സ്ഥിരമായിട്ടുള്ള തെളിവ് സാമഗ്രികൾ എന്ന് പറയാൻ കഴിയില്ല. തെളിവ് സാമഗ്രികളുടെ ഉപയോഗത്തിനും ഒരേ രീതി കൽപ്പിക്കാനാവില്ല. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് അടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ പറഞ്ഞു വരുന്ന അവരോഹണ പ്രക്രിയയിലെ അടുത്ത ഘട്ടം, ഈ ചെമ്മൺ പ്രദേശത്തെ താഴ്വരകളിലെ താഴെ തട്ടുകളിലെ കുന്നുകളിലെ മനുഷ്യജീവിതം കുറെ കൂടി ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഈ ചതുപ്പുകളും വെള്ളക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമായി. ചതുപ്പുകളും വെള്ളക്കെട്ടുകളും എങ്ങനെ കൃഷിക്ക് ഉപയുക്തമാക്കാം എന്നതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. അതിന് അതിൻ്റെതായ സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഭൂമിയെ പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ അറിവും സാങ്കേതിക വിദ്യയും വേണം. ആ സാങ്കേതിക വിദ്യ ഇരുമ്പിന്റെ ഉപയോഗവുമായി വന്ന ഈ കൂട്ടർക്ക് സിദ്ധമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അവരുടെ ശവക്കല്ലറുകളും സ്മാരകങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത് ചെമ്മൺ പ്രദേശങ്ങളും കരിങ്കൽ പ്രദേശങ്ങളിലുമാണ്. കരിങ്കൽ പ്രദേശങ്ങളിലെ ഡോൾമെനുകളും ചെങ്കൽ പ്രദേശങ്ങളിലെ ഗുഹകളും മറ്റ് സമതല പ്രദേശത്ത് കാണുന്ന നന്നങ്ങാടി ഒക്കെ. അതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ച ഓരോ ഘട്ടത്തിലും അതിലൊക്കെ അവഗാഹം നേടിയിട്ടുള്ള ആൾക്കാർ നടത്തും. ഞാനിവിടെ ഉന്നയിക്കുന്നത് ഒരു പ്രശ്നം. ആ പ്രശ്നം ഈ ചെമ്മൺ പ്രദേശങ്ങളിലും കുന്നുംപുറങ്ങളിലും ഒക്കെ തന്നെ സാധ്യമായിരുന്ന ഉപജീവന മാർഗങ്ങൾ നമ്മൾക്കറിയാം. അത് ഒന്ന് കന്നുകാലികളെയും ആടുകളെയും വളർത്തലും, മറ്റൊന്ന് പലതരം മില്ലറ്റുകൾ കൃഷി ചെയ്യലും ആണ്. ചോളവർഗത്തിൽപ്പെട്ട ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള, നമ്മൾ മുത്താറി, റാഗി എന്നൊക്കെ പറയുന്നത് മുതൽക്ക് പെരുംചോളം വരെയുള്ള പലതരം മില്ലറ്റ് കൃഷി ചെയ്യുകയും കന്നുകാലി വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഉപജീവന മാർഗം. ഈ ഉപജീവന ഘട്ടം, അതിനെയാണ് അഗ്രോ പാസ്ചറൽ എന്ന ഒരു പ്രയോഗം കൊണ്ട് ഇന്ന് മനസ്സിലാക്കുക. അഗ്രോ പാസ്ചറൽ പീപ്പിൾ. ഒരു ഘട്ടത്തിൽ അഗ്രോ പാസ്ചറൽ ആയിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. കേരളത്തിൽ മാത്രമായിട്ടല്ല, അവർ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലും ഇങ്ങനെ ഒരു നിലനിൽപ്പിന്റെ ചരിത്രം ഉള്ളത്. മനുഷ്യരുടെ ഈ ഒരു ഘട്ടം, ആ ഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ധാരാളം പുരാവസ്തു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തോടുകൂടി അത് പ്രധാനമായിട്ടും പുരാവസ്തു വിദഗ്ധരുടെ പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് പുരാവസ്തു വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ തെളിവ് സാമഗ്രികളുടെ അടിസ്ഥാനത്തിലാണ് അവര് മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ പറ്റിയിട്ടും സംസ്കൃതിയെ പറ്റിയും ഒക്കെ സംസാരിക്കുക. ഞാൻ ഈ പറഞ്ഞു വരുന്ന ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവശിഷ്ടം മെഗാലിത്തുകളാണ്, സ്മാരകങ്ങളാണ്. വലിയ കല്ലുകൾ കൊണ്ടുള്ള സ്മാരകങ്ങൾ, ശവക്കല്ലറകൾ, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട സാമഗ്രികൾ എന്നതുകൊണ്ട് പുരാവസ്തു വിദഗ്ധരൊക്കെ ഇതിനെ മെഗാലിത്തിക് പീരിയഡ്, മെഗാലിത്തിക് കൾച്ചർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ആ കൾച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂചകമായിട്ട് വരുന്നത് അവരുടെ ശ്മശാന മാതൃകകളും സ്മാരകങ്ങളും ഒക്കെയാണ്. അങ്ങനെ ഒരു കൾച്ചർ എന്ന് പറയാൻ പറ്റും.
അത് സ്പഷ്ടമായ രീതിയിൽ ഒരു പ്രത്യേക കൾച്ചറാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉപജീവനത്തിന്റെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ അഗ്രോപാസ്റ്റോറൽ എന്ന രീതിയിൽ തിരിച്ചറിയുന്ന ഒരു സമൂഹം, ആ സമൂഹം എവിടെയാണ്? ആർക്കിയോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പാത്രാവശിഷ്ടങ്ങളാണ്. ഇത്തരം സ്മാരകങ്ങൾ പലതിൽ നിന്നും ചില പ്രത്യേക തരത്തിലുള്ള മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് പറയുന്നത്. കറുപ്പും ചുവപ്പും കൂടി കലർന്നിട്ടുള്ള നല്ല കുന്നിക്കുരുവിന്റെ ശോഭയുള്ള, കുന്നിക്കുരുവിന് ഒരു കറുപ്പും ചുവപ്പും ഉണ്ടല്ലോ, കൃത്യം അതുപോലെ തോന്നിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാത്രം ആണ് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് പറയുന്നത്. ചിലപ്പോ ആർക്കിയോളജിസ്റ്റുകൾ അത് ധാരാളം കിട്ടുന്ന സ്ഥലത്തെ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ കൾച്ചർ എന്നും പറയും. മറ്റൊരു പ്രധാനപ്പെട്ട അവശിഷ്ടം ഇരുമ്പ് ആയുധങ്ങളാണ്. ഇരുമ്പിന്റെ പലതരം വസ്തുക്കൾ, ആർട്ടിഫാക്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവർ അയണേജ് എന്നും പറയും. ഇത് അയണേജ് കൾച്ചർ, മെഗലിത്തിക് കൾച്ചർ, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ കൾച്ചർ എന്നൊക്കെ പറയും. വേറെ വേറെയാ. അപ്പൊ ഇത് മനുഷ്യരുടെ ചരിത്രം ഇങ്ങനെ ക്രമാനുഗതമായി പരിശോധിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരാവസ്തു വിദഗ്ധർ വിശകലനം ചെയ്യുന്ന ഒരു ഘട്ടം അവർ തിരിച്ചറിഞ്ഞ കുറെ കൾച്ചറുകളുടെ ഘട്ടമായിട്ടാണ് വരിക. ഇതൊരു പ്രശ്നം ആണ്. ശരി, ആർക്കിയോളജിസ്റ്റിന് അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അൺഈവൺനെസ്സോടുകൂടി നിലനിന്ന മനുഷ്യരുടെ ചരിത്രം, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അൺഈവൺനെസ് എങ്ങനെയാണ് വരുന്നത്? ഉപജീവന മേഖലയിൽ അവർ അഭിമുഖീകരിച്ച വ്യത്യാസങ്ങൾ, അവർ ഉപയോഗിച്ച ഉപകരണങ്ങൾ, അവർ നിലനിൽക്കാൻ ശ്രമിച്ച പ്രകൃതിയിലെ വ്യത്യാസങ്ങൾ, ഇതൊക്കെ തന്നെയും അൺഈവൺനെസ്സിന് കാരണമാണ്. മറ്റൊന്ന്, ദീർഘകാലമായി ഓരോ പരിസ്ഥിതിയിലും തുടർന്നവർ. ഉദാഹരണത്തിന് ശിലായുഗ പരിഷ്കൃതിയിലെ ഉപകരണ വിധാനങ്ങളുമായി ഉയരം കൂടിയ കുന്നുകളിൽ ഒറ്റപ്പെട്ട് താമസിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്. ഞാൻ പിന്നീട് പറഞ്ഞ മനുഷ്യര്. അപ്പോൾ ഇവരൊക്കെ തന്നെയും ഉപജീവനത്തിന്റെ രീതിയിലും അതിനുപയോഗിച്ച സാങ്കേതിക വിദ്യയുടെ രീതിയിലും നമ്മൾ പരിശോധിച്ചാൽ വ്യത്യസ്ത തലത്തിലുള്ളവരാണ്, വ്യത്യസ്തത പുലർത്തിയിരുന്ന ആൾക്കാരാണ്. അങ്ങനെ വ്യത്യസ്തമായി നിലനിന്ന ആളുകൾ ഒരേ സമയത്ത് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ സാധാരണ പറഞ്ഞു പോരുമ്പോൾ ഒരു ഇവല്യൂഷനെ പറ്റിയിട്ട് പറയും. മനുഷ്യരുടെ ഇവല്യൂഷൻ, സംസ്കാരത്തിന്റെ ഇവല്യൂഷൻ, ടെക്നോളജിയുടെ ഇവല്യൂഷൻ, ഇതൊക്കെ പറയും. പക്ഷേ ഓരോ ഘട്ടവും ഫ്രോസൺ ആയിട്ടുള്ള രീതിയിൽ ഓരോ പ്രദേശത്തുണ്ട്. ഇപ്പൊ കോഎക്സിസ്റ്റൻസ് ഓഫ് അൺഈവൺ സൊസൈറ്റീസ്, അൺഈവൺ in terms of technology, in terms of knowledge relating to that. അതെല്ലാം കൂടി ചേരുന്നു എന്നതിനെ നമ്മൾ കൾച്ചർ എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കൾച്ചർ എന്ന നിലയ്ക്ക് വ്യത്യാസമുള്ള ആൾക്കാരാണ്. ഈ കൾച്ചറിന്റെ കൂടെ വേണം ടെക്നോളജിയെയും ഇക്കോണമിയെയും കൂടി കാണാൻ. അതുകൊണ്ട് നമുക്ക് അതിനെ ടെക്നോ ഇക്കണോമിക് കൾച്ചർ എന്ന് പറയാം. അപ്പൊ അൺഈവൺലി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ടെക്നോ ഇക്കണോമിക് കൾച്ചേഴ്സ്. ഈ ടെക്നോ ഇക്കണോമിക് അൺഈവൺനെസ് അത് കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഈ ആർക്കിയോളജിസ്റ്റുകൾ അവതരിപ്പിക്കുന്ന മെഗലിത്തിക് കൾച്ചർ, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ കൾച്ചർ, അയൺ ഏജ് കൾച്ചർ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കൾച്ചറുകളും എല്ലാം കൂടി ചേരുകയാണ്. പക്ഷെ ഇതിനെ ചരിത്രം അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സാൽമീകരിക്കേണ്ട ആവശ്യം. ഇതിൽ ഒരേ സമയത്ത് തന്നെ വിവിധ മേഖലകളിൽ വ്യാപരിച്ചിരുന്ന മനുഷ്യരെ കാണും. വളരെ പ്രധാനമായിട്ട് കൃഷിയും കന്നുകാലികളെ മേയ്ക്കലും
അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം, അവരുടെ ചില സംഘർഷങ്ങളും നമ്മൾ പഴന്തമിഴ് പാട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ അഗ്രോ പാസ്റ്ററലായിട്ടുള്ള ആളുകൾ അന്യോന്യം കൊയ്ത്തും പോരുകളും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഈ വീരമൃത്യു വരിക്കുന്ന ആൾക്കാരും വീരന്മാരും ഹീറോയിക് പോയട്രി എന്ന് ആണ് പഴന്തമിഴ് പാട്ടുകൾ വിളിക്കുന്നത്. അതൊന്ന് മാത്രമല്ല, അതിൽ ഈ പറയുന്ന മെഗാലിത്തുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ, ഒരു സ്ഥലത്തെ ഇതൊക്കെ ശവം അടക്കിയിരുന്ന സ്മാരകങ്ങളാണ്. ശവം അടക്ക് സമ്പ്രദായങ്ങളെ പറ്റിയിട്ട് അതിൽ പറയും. ഇടുവോർ, ചുടുവോർ, താവിയിൽ കവിപ്പോർ, ഇങ്ങനെ 3 തരത്തിലാണ് പറയും. പിന്നെ ശവം ഒരു സ്ഥലത്ത് കൊണ്ട് ഇടുന്ന ആൾക്കാർ, അത് ചുടുന്ന ആൾക്കാർ, അത് താഴിയിൽ മറവ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഒരു വശത്ത് സാഹിത്യവും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഗ്രോ പാസ്റ്ററലായിട്ടുള്ള ഒരു ജീവിതവും അതൊക്കെ വരുന്നു. അപ്പോഴാണ് ഈ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്ന സ്മാരകങ്ങളുടെ കാര്യം കൂടെ വരുന്നത്. എന്ന് വെച്ചാൽ അഗ്രോ പാസ്റ്റോറൽ സമൂഹങ്ങളുടെ പുരാവസ്തു ലക്ഷ്യങ്ങളായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. പക്ഷെ അത് ദീർഘമായ ഒരു കാലയളവിൽ അവര് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ ആർക്കിയോളജി വ്യത്യാസപ്പെടുത്തി കാണുന്ന കൾച്ചേഴ്സിനെ എങ്ങനെ സാൽമീകരിക്കാം, ആർക്കിയോളജിയെ ഒരു ഉപാദാന സാമഗ്രി എന്ന രീതിയിൽ മനസ്സിലാക്കുകയും ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഉപജീവന രീതികളെക്കുറിച്ചും നിലനിൽപ്പിനെ കുറിച്ചും ഒക്കെയുള്ള ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു ഉപാദാന സാമഗ്രി, അങ്ങനെ കാണുന്ന ഒരു രീതി വേണം. അത് വേണ്ടത്ര ആ വഴിക്ക് ആ സമീപന രീതി ഇനിയും വികസിച്ച് വന്നിട്ടില്ല. നമ്മൾക്ക് ഇപ്പോഴും പാഠപുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെഗലിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജ്, സംഘം ഏജ് എന്ന് പറഞ്ഞൊരു ഏജ് ഉണ്ട്. അങ്ങനെ ഒന്നും ഏജ് ഇല്ല. സംഘം ഏജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഏജേ ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. സംഘം പാട്ടുകൾ എന്ന രീതിയിൽ അതിനെ വളരെ കുറച്ച് ആൾക്കാരെ ഉപയോഗിക്കുന്നുള്ളൂ. ചിലത് പിന്നെ ഉപയോഗിച്ചൊരു തഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഉപയോഗം നമ്മൾ നിർത്തില്ല. ആ രീതിയിൽ സംഘം പോയംസ് എന്ന് പറയും. സംഘം പാട്ടുകളിൽ കാണുന്ന സംഗതികൾ ഈ പാട്ടുകളെ ക്രോഡീകരിച്ച് അങ്ങനെ ചിട്ടപ്പെടുത്തിയ ഒരു കാലത്തേതല്ല. പാട്ടുകൾ ഉണ്ടായ കാലം വേറെ, പാട്ടുകളെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച കാലം വേറെ. ക്രമീകരിച്ച കാലത്തിന്റെ പേരാണ് സംഘകാലം എന്ന് പറയുന്നത്. പാട്ടുകൾ ഉണ്ടായ കാലം സംഘകാലം അല്ല. അപ്പൊ സംഘകാലത്തെ സംസ്കൃതി, സംഘകാലത്തെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് ആ ഒരു ഭാഗത്തെ പ്രശ്നം. ഇനി ഒരു പ്രശ്നവും കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്താം. അടുത്തത്, ഈ ഘട്ടത്തിൽ നിന്ന് മനുഷ്യർ കാര്യമായ ഒരു മാറ്റത്തിന് വിധേയമാവുന്നത് നെൽവയലുകളുടെ ആവിർഭാവത്തോടു കൂടിയിട്ടാണ്. എവിടെയാണ് നെൽവയലുകൾ ഉണ്ടായിരിക്കുന്നത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അസ്തമിച്ച പുഴകളുടെ വഴികൾ, അതാണ് വയലുകളായി മാറിയിട്ടുള്ളത്. അതാണ് പുഴയുടെ വഴി എന്ന് നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്ത് മനസ്സിലാക്കുകയും ചെയ്യും. ഒരു പുഴ കവിഞ്ഞാൽ അത് 3 പുഴയായിട്ട് മാറും. ഇരു കരകളിലേക്കും കവിഞ്ഞൊഴുകുന്ന പുഴ 3 പുഴകളാണ്. അത് കവിഞ്ഞാൽ ഒഴുകുന്നത് വയലുകളിൽ കൂടിയാണ്. അങ്ങനെ വയലുകളിൽ സ്വതന്ത്രമായ രീതിയിൽ പുഴയ്ക്ക് ഒഴുകാൻ കഴിയില്ല എന്നത് ഒരു വിഷയം. കാരണം അതൊക്കെ നികത്തിയിട്ട് അവിടെയൊക്കെ വീട് വെച്ചും അങ്ങനെയൊക്കെയാണ്. പക്ഷെ കാലാകാലങ്ങളിൽ പുഴ കവിഞ്ഞൊഴുകിയ വഴികളാണ്. പുഴ ഒഴുകിയ വഴികളിൽ ഒരു ഘട്ടത്തിൽ വയൽ നികത്തി വീടുകൾ, അങ്ങാടികൾ, അങ്ങനെയൊക്കെ പലതായി മാറിയിട്ടുണ്ട്. ഏതായാലും ഈ പുഴ പിൻവാങ്ങിയ സ്ഥലങ്ങൾ ചതുപ്പുകളായും വെള്ളക്കെട്ടുകളായും കിടന്നത് എങ്ങനെ വയലുകളായി മാറി
കൃത്യമായിട്ട് നമുക്കറിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ചരിത്ര രചനയ്ക്ക് ഞാൻ ഈ പറഞ്ഞു വരുന്ന തുടർച്ച ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ചരിത്ര രചനയ്ക്ക് വലിയ പ്രശ്നമാണ്. നമ്മൾക്ക് അറിയില്ല എങ്ങനെയാണ് ഈ ഇരുമ്പ് പരിഷ്കൃതി നെൽവയലുകളെ ഉപജീവിച്ചുകൊണ്ടുള്ള കാർഷിക പരിഷ്കൃതിയായി മാറുന്നത്. എങ്ങനെയാണ് അത് സാധ്യമായത്? മലയിൽ മലപ്പുലയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. വയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത കാലം വരെ പണിയെടുത്തിരുന്ന പുലയർ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ മലപ്പുലയരെ ആരാണ് ഈ വെള്ളക്കെട്ടുകളും ചതുപ്പുകളും ഒക്കെ നികത്തിയെടുക്കാൻ വേണ്ടി വിനിയോഗിച്ചത്? അവർക്ക് പരിചയം അവിടുത്തെ ചീങ്കണ്ണിയെയും മറ്റു മത്സ്യങ്ങളെയും ഒക്കെ പിടിച്ചിട്ടും ഒക്കെ ആയിരിക്കും. അവർ തന്നെ ആയിരിക്കാം പഴയകാലത്തെ സൂക്ഷ്മശിലായുഗത്തിലെ മനുഷ്യർ, വളരെ കാലം മുമ്പേ തന്നെ ഇവിടെ ഉള്ള മനുഷ്യർ. അവരെ എങ്ങനെയാണ് കൃഷിപ്പണിക്ക്, ഇതുപോലുള്ള വളരെയധികം ശ്രമകരമായ ഒരു പണിക്ക് അവരെ ഉപയോഗിക്കാനുള്ള ഏക സാധ്യത അവർക്ക് ഈ ആവാസ വ്യവസ്ഥയുമായി നല്ല പരിചയം, വെള്ളക്കെട്ടുകളിലും ചതുപ്പുകളിലും അവർക്ക് ഇറങ്ങി അതിനെ ഒരു കൃഷി ഇടം ആക്കി മാറ്റാൻ ആവശ്യമായ ജോലി ചെയ്യാൻ ഭയം ഇല്ലാത്ത വിഭാഗമായി. പക്ഷെ അവർ ഉപയോഗിച്ചതാരാണ്, എങ്ങനെ ഉപയോഗിച്ചു, ഏതൊക്കെ രീതിയിൽ? അവർ പിന്നീട് ഒരടിമ വിഭാഗത്തെ പോലെ ആയി മാറിയ സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. വ്യക്തതയില്ല ഈ കാര്യത്തിൽ, നമുക്ക് വ്യക്തതയില്ല. അപ്പോ മനുഷ്യരുടെ ആദിമ ചരിത്രം ഒരു അവരോഹണ ക്രമത്തിൽ കുന്നിന്റെ മുകളിൽ നിന്ന് ഏറ്റവും താഴെ തട്ടിലുള്ള ചതുപ്പ് വരെ പരിശോധിച്ചാൽ ഒരു വികാസ പരിണാമ പ്രക്രിയ നമുക്ക് കാണാൻ പറ്റും. അതേസമയം വലിയ ഒരു വികാസം സംഭവിച്ച ഘട്ടത്തിലേക്ക്, അതായത് നെൽകൃഷിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമൂഹിക പരിവർത്തനത്തിലേക്കും നീങ്ങിയത് എങ്ങനെ? ഒരു 3-4 നൂറ്റാണ്ടിന്റെയെങ്കിലും വിടവ് നമുക്കുണ്ട്. പഴന്തമിഴ് പാട്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു 4-ാം നൂറ്റാണ്ട് വരെയൊക്കെ വരാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മൾക്ക് ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ലിഖിതങ്ങളും ഒക്കെയാണുള്ളത്. അവിടേക്ക് എത്തുമ്പോഴേക്കും വയലുകൾ ഉണ്ടാക്കാൻ കഴിയുന്നിടത്തൊക്കെ വയലുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയലുണ്ടാക്കി തുടങ്ങിയ കാലഘട്ടത്തെ പറ്റി നമുക്കൊരു ധാരണയും ഇല്ല. ഇങ്ങനെ നികത്താൻ പ്രയാസമുള്ള തരം വിടവുകളുടെ ഒരു പ്രശ്നം ആണ് ഇന്നിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ചരിത്ര രചന അഭിമുഖീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചരിത്ര രചന ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഓരോ ഘട്ടത്തിലും ചരിത്രം എന്നതുകൊണ്ട് എന്താണോ മനുഷ്യർ ഉദ്ദേശിച്ചത് അതനുസരിച്ചാണ്. ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല പഴയകാലത്തെ മനുഷ്യർ. ഞാനിപ്പോ ഈ പറഞ്ഞു വെച്ചിട്ടുള്ള പരിഷ്കൃതികളിലൊക്കെ തന്നെയും ഭൂതകാലത്തെക്കുറിച്ച് ചില ധാരണകൾ മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. അവരത് സൂക്ഷിക്കുകയും ചെയ്തു. പാട്ടുകളൊക്കെ അതിന്റെ തെളിവാണ്. പാട്ടുകളായും കഥയായും ഒക്കെ ഭൂതകാല സ്മരണകൾ അവർക്ക് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. സ്മാരകങ്ങളൊക്കെ കാണിക്കുന്നത് അതാണ്. അവർക്ക് ഭൂതകാലവുമായുള്ള ബന്ധം ആണ്, അവരെ പിതൃക്കളുമായുള്ള ബന്ധം. അങ്ങനെ അവരുടേതായ ജീനിയോളജിയും അവർക്ക് അതുമായുള്ള ബന്ധവും അതിന്റെ ആവശ്യവും ഒക്കെ ഉണ്ട്. വളരെ വ്യക്തമാണല്ലോ, ഒരു വലിയ മെഗാലിത്ത് മരിച്ചുപോയ ആളുടെ ആവശ്യത്തിനല്ല, പിന്നീട് നിലനിൽക്കുന്ന ആളുടെ ആവശ്യത്തിനാണ്. നിലനിൽക്കുന്ന ആളുടെ അധികാരവും അവകാശവും ആണ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ചരിത്രം എന്ന് പറയുന്നത് തന്നെ 3 സംഗതികളുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. എന്തിനാണ് ചരിത്രം എന്ന് ചോദിച്ചാൽ, ചരിത്രം അതൊരു പ്രത്യേക സാമ്പത്തിക സംവിധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അധികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അവകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സാമ്പത്തിക സ്ഥിതിയുടെ ചരിത്രവൽക്കരണം, അധികാരത്തിന്റെ ചരിത്രവൽക്കരണം, അവകാശത്തിന്റെ ചരിത്രവൽക്കരണം. സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ
ഭൂതകാലത്തിന്റെ കാര്യം പറഞ്ഞ് ന്യായീകരിക്കുകയും സാധൂകരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യാം. അത് സാമ്പത്തികമായ സ്ഥിതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അധികാരത്തിന്റെ ചരിത്രം, അധികാരം കൈയാളുന്നവർക്ക് അധികാരത്തിന്റെ ന്യായീകരണം ആവശ്യം, അധികാരത്തിന്റെ മഹത്വവൽക്കരണം ആവശ്യം, അധികാരത്തിന്റെ സാധൂകരണം ആവശ്യം. അതിനാവശ്യമായ തരത്തിലുള്ള ഭൂതകാല അന്വേഷണം ആയിരിക്കും നടത്തുക. അതുമായി ബന്ധപ്പെടുന്ന ഭൂതകാല അവബോധമാണ് അവർക്ക് ആവശ്യം. പിന്നെ അവകാശത്തെ നിലനിർത്താൻ അവകാശത്തിന്റെ ചരിത്രവൽക്കരണം ആവശ്യമാണ്, അവകാശത്തിന്റെ ന്യായീകരണം ആവശ്യം, അവകാശത്തിന്റെ സാധൂകരണം ആവശ്യമാണ്. അവർ കൈയാളുന്ന അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന അവകാശത്തിന്റെ ചരിത്രവൽക്കരണം ആണ് അത് സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചരിത്രം എപ്പോഴും ചെയ്യുന്നത് ഇതുപോലെ ചില സാധൂകരണവും നീതീകരണവും ന്യായീകരണവും മഹത്വവൽക്കരണവും ഒക്കെയാണ്. അത് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ അതിൻ്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, അതിന്റെ വിശ്വാസ്യത എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളതിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വിശാല മധ്യവർഗ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ചരിത്രം ഒരു മൊണോപ്പൊളി ആയിട്ട് നിൽക്കില്ല. ചരിത്രം ജനങ്ങളുടെ ആവശ്യം കൂടി നിറവേറ്റുന്ന തരത്തിലായി. ഒരു ചരിത്രം എന്ന ഒരു ജ്ഞാനമേഖല ഒരു വശത്ത് ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നത് ആ നിലയ്ക്കാണ്, ചരിത്രം ചോദ്യം ചെയ്യപ്പെടുന്നതും ആ നിലയ്ക്കാണ്. അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ അധികാരത്തെ ന്യായീകരിക്കാൻ ഉപയോഗിച്ച ചരിത്രത്തെയും ചോദ്യം ചെയ്യും. അധികാരത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു ചരിത്രം ഉണ്ടാവുമ്പോൾ ചരിത്രത്തിൽ സ്ഥാനമില്ലാതായി പോയവർ അതിനെതിരെ കലഹിച്ചുകൊണ്ട് അവർ ചരിത്രം പറയും. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു ദശയിലാണ് ഇപ്പോൾ ചരിത്രം നിലനിൽക്കുന്നത്. ചരിത്രത്തിൽ ഇല്ലാതായി പോയവർ ചരിത്രം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്, ചരിത്രം അവകാശമില്ലാത്തവർ എന്ന നിലയ്ക്ക് പാർശ്വവൽക്കരിച്ചവർ അവർ ചരിത്രത്തിൽ അധികാരപൂർവം പ്രവേശിക്കാൻ വേണ്ടി ചരിത്രം രചിക്കുന്നു, ചരിത്രം അന്വേഷിക്കുന്നു. ഇങ്ങനെ അപ്പൊ അത്തരം ഒരു ഘട്ടം, അതീശത്വം വരുന്ന ഘട്ടങ്ങൾ, ആ ഒരു തലത്തിൽ ഓരോ വിശേഷാവഗാഹ ചർച്ചയിലും അതിൻ്റെ വിശദാംശങ്ങൾ വരും. ഇത് വളരെ പൊതുവായി ഞാൻ ചില സംഗതികൾ പറയാണ്. ആ തരം ചരിത്ര രചനയിൽ നമ്മൾക്ക് എങ്ങനെ മാറി നിന്നുകൊണ്ട് ചരിത്ര രചന നടത്താം. പലപ്പോഴും ചരിത്രം ഒരു സബ്സ്യൂംഡ് ആക്ടിവിറ്റിയാണ്. അധികാരമുള്ള ഒരു വിഭാഗം അതിൻ്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി, അതിൻ്റെ അധികാരം സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഭൂതകാലത്തെ കൈയടക്കി അത് സാധിച്ചു, അത് മറ്റുള്ളവർ അംഗീകരിച്ചു എന്ന്. അത് ഒരു അതീശ വിഭാഗമായതുകൊണ്ട് അവരത് അംഗീകരിച്ചു. അതിൻ്റെ ഒരു തുടർച്ച ഒരു പ്രത്യേക ഘട്ടം വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഘട്ടം കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ചരിത്രം, ഈ അതീശത്വ ചരിത്രത്തിൽ പെടാത്ത ചരിത്രം ഒക്കെ പ്രധാനമായി വരും. അങ്ങനെ ഒരു സ്വതന്ത്ര മേഖലയായി ചർച്ചകളുടെ, സംവാദങ്ങളുടെ ഒക്കെ ഒരു വലിയ മേഖലയായി, അങ്ങനത്തെ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൈക്ഷണിക മണ്ഡലമായി ഈ ചരിത്രം എന്ന് പറയുന്ന ഒരു വിഷയം മാറിയിരിക്കുക. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ പഴയ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ സ്വതന്ത്രമായ ഒരു രീതിശാസ്ത്ര ബോധത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഇങ്ങനെ വിടവുകൾ തിരിച്ചറിയുന്നതും നമുക്ക് അസ്വീകാര്യമായിട്ടുള്ള ചില വിടവുകൾ, അത് ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് നമ്മൾക്ക് എങ്ങനെ മാറ്റാം, ഒരു തുടർച്ച എങ്ങനെ നമുക്ക് സാധ്യമാവും
ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഞാനിവിടെ നിർത്തുകയാണ്. ഏതെങ്കിലും സ്പഷ്ടമായിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് നിർത്തല്ല, ഞാനിതൊരു തുടക്കം എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചു എന്ന് മാത്രമേ. ചോദ്യങ്ങൾ 15-20 മിനിറ്റ് സമയത്തേക്ക് ശ്രോതാക്കൾക്ക് സംശയങ്ങളും അഭിപ്രായങ്ങളും ഉന്നയിക്കാവുന്നതാണ്. അതിനുവേണ്ടി ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരുകൾ ടൈപ്പ് ചെയ്ത് അയക്കുക. നിങ്ങളുടെ പേര് വിളിക്കുന്ന ഘട്ടത്തിൽ മൈക്ക് ഓൺ ചെയ്ത് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ടൈപ്പ് ചെയ്ത് അയക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അപ്രകാരവും ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി SHRന്റെ അക്കൗണ്ടിൽ ചേർക്കേണ്ടവർ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ഞങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരാം. വ്യക്തത ഉണ്ടായില്ല എന്നുണ്ടോ? ആരും ചോദിക്കില്ല. ചാറ്റ് ബോക്സിലൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല അല്ലേ? അധ്യാപകരാണോ? അധ്യാപകരാണോ? അല്ല, അതെ. സംശയനിവാരണത്തിനുള്ള പേരുകൾ കണ്ടു തുടങ്ങുന്നില്ല. ഞാൻ പറയാൻ ശ്രമിച്ചത് what is your stand on Robert Bruce's quote that the inhospitable terrain of the South prevented it from having a deep history? ബ്രൂസ് ഫുട്ടിന്റെ അഭിപ്രായം വളരെ പഴയ കാലത്ത് നടത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അവര് അവശിഷ്ടങ്ങളൊക്കെ ധാരാളം കണ്ടെടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത്ര അഭിപ്രായങ്ങൾ വരുന്നത്, ഒന്ന് യൂറോപ്പിന്റെ ചരിത്രമായിട്ട് അവർക്കുള്ള പരിചയം, മറ്റൊന്ന് അവർക്ക് വളരെ ഇൻഹോസ്പിറ്റബിൾ ആയി തോന്നിയിട്ടുള്ള ഒരു പ്രദേശം, ആ ഒരു പ്രദേശം ആണ് അവരുടെ അനുഭവം. അതിൽ നിന്നുണ്ടാവുന്ന ഒന്നാണ്. ഈ തരത്തിൽ ഒരു ഇൻഹോസ്പിറ്റബിൾ എന്ന നിലയ്ക്ക് പറയാവുന്ന പ്രദേശമല്ല. ആ തരം ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തെ മനുഷ്യരുടെ സ്ഥിതി വെച്ചാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊരു ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ആണ് എന്നൊരു സമീപനം സുബ്ബറാവ് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റ്
അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു വശത്ത് ഈ പശ്ചിമഘട്ടവും മറ്റേ വശത്ത് കടലും ഒക്കെ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഇതൊരു ജോഗ്രാഫിക്കൽ ഐസൊലേഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. പക്ഷെ അത് പിന്നീട് കിട്ടിയ പുരാവസ്തുക്കളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അത്ര ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. Dr. Vijayalakshmi has asked that, what are the problems in construction of chronological history of marginalized? How can we respond? What are the problems in the construction of chronological history of marginalized? Marginalized എന്നുള്ളൊരു ഗ്രൂപ്പ് ചരിത്രത്തിലുടനീളം ഒരേപോലെയല്ല. അതുകൊണ്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവരുടെ ഹിസ്റ്ററിക്ക് ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കുന്നത് ഒരു ശക്തമായ ഒരു ഇക്കണോമിക് കൾച്ചർ അതിൻ്റെ ഭാഗമായി പല വിഭാഗങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. കാട്ടിൽ സ്വതന്ത്രമായ രീതിയിൽ നിലനിൽക്കുന്ന മനുഷ്യരെ അവര് പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ല. പാർശ്വവൽക്കരണം നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അതീശ ഘടനയുടെ പാർശ്വങ്ങളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടണം, അല്ലെ അവർ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുകയാണ്. നമ്മള് കാട്ടുനായ്ക്കരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും കാട്ടുനായ്ക്കരുടെ ചില കാര്യങ്ങളിൽ അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുകയും, അവർക്ക് റേഷൻ കാർഡ് ഒന്നും ഉണ്ടാവരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു പ്രക്രിയ പറയാം. അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടുക, അവരുടെ വീടുകളും ചുറ്റുപാടുകളും ഒക്കെ നമ്മളുടേതായ ഒരു സെൻസസിൽ കൂടിയൊക്കെ അവതരിപ്പിച്ച് അവരുടെ ആരോഗ്യ പരിപാലനം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മുഖ്യധാര സമൂഹം അതിൻ്റെ മാനദണ്ഡങ്ങളും ആശയങ്ങളും പ്രവൃത്തികളും ഒക്കെ അങ്ങോട്ട് വ്യാപിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നത്. എന്തിൻ്റെയെങ്കിലും മാർജിനിൽ ആക്കപ്പെടുമ്പോൾ മാത്രമേ മാർജിനലൈസേഷൻ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ആരൊക്കെയാണ് പാർശ്വവർത്തികളായി മാറിയിട്ടുള്ളത്, അങ്ങനത്തെ അതൊരു നമുക്ക് സ്ഥിരമായിട്ടൊരു ഗ്രൂപ്പിനെ കാണാൻ കഴിയില്ല. ഇപ്പൊ അൻഡമാനിലെ കാട്ടിന്റെ ഉള്ളിലുള്ള ജർവാസും പോർട്ട് ബ്ലെയറിന് അടുത്തൊക്കെ തന്നെ മീൻ പിടിച്ചും അവിടെയുള്ള അത്യാവശ്യ പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ജർവാസും അവർ രണ്ടു പേരാണ്. ഒരു തരത്തിലും സമ്പർക്കത്തിൽ വരാത്ത സെന്റിനലീസിന്റെ മാതിരിയുള്ള ഗ്രൂപ്പ്. അവരെ എങ്ങനെയാണ് മാർജിനലൈസ്ഡ് എന്ന് പറയാൻ സാധിക്കുക? മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നത് മുഖ്യധാര സമൂഹവുമായുള്ള ബന്ധത്തിൽ കൂടിയാണ്. ഒരു ബന്ധവും ഇല്ലാത്ത രീതി മാറി നിൽക്കുന്നവര് അവര് ഓട്ടോണമസ് ആണ്, അവര് മാർജിനലൈസ്ഡ് അല്ല. നമ്മളുടെ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അവർക്ക് വികസനമില്ല, അവർക്ക് ഒരു ഡെവലപ്മെന്റ് ഇല്ല. അതുകൊണ്ട് ഈ ക്രോണോളജിക്കൽ ഹിസ്റ്ററി ഓഫ് മാർജിനലൈസ്ഡ് എന്ന് പറയുന്നത് ഏത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മാർജിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് നമുക്ക് കണക്കിലെടുക്കാന്ന് മാത്രമേ. ഇന്ന് മാർജിനലൈസ്ഡ് ആയിട്ട് കാണുന്ന വിഭാഗങ്ങള്, ഇപ്പൊ ആദിവാസികള്, എല്ലാ മേഖലകളിലും ഉള്ള സ്ത്രീകള് ഒക്കെ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ. അതൊരു പലതരം ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രാറ്റജീസിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് മാർജിനലൈസേഷൻ സംഭവിക്കുന്നത്. കാലഘട്ടത്തിന്റെ ഒരു സമസ്യയായി വയലിൽ പണിതിരിക്കുന്ന
ജീവിച്ച ജനവിഭാഗത്തിന്റെ ചരിത്രത്തെ കാണാനാവുന്നു. ഭാഗമായിട്ട് സൂക്ഷ്മശില സൂക്ഷ്മശിലാ കാലഘട്ടത്തിന്റെ തുടർച്ചയായി വയലിൽ പണി ചെയ്ത് ജീവിച്ച ജനവിഭാഗത്തിന്റെ ചരിത്രത്തെ കാണാനാവുന്നു. സൂക്ഷ്മ ശിലായുഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സൂക്ഷ്മ ശിലായുഗ ഘട്ടത്തിന്റെ തുടർച്ചയായി വയലിൽ പണി ചെയ്ത് ജീവിച്ച ജനവിഭാഗത്തിന്റെ ചരിത്രത്തെ കാണാനാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾക്ക് അതിലൊരു വ്യക്തതയില്ല. കാരണം സൂക്ഷ്മ ശിലായുഗ കാലത്തെ മനുഷ്യരെ വയലിൽ ജോലി ചെയ്യത്തക്ക രീതിയിലുള്ള ഉപകരണ വിധാനങ്ങളുള്ള ആളുകളല്ല. അവർക്ക് ചെറിയ ഈ ക്രിപ്റ്റോ ക്രിസ്റ്റലൈൻ സിലിക്ക, ഷാർപ്പ് സിലിക്ക ഉപയോഗിച്ചാണ് അവർ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അമ്പുണ്ടാക്കും, അരിവാട് പോലത്തെ സംഗതികളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഈ മൂർച്ച ഉള്ള ചെറിയ കല്ല് നിരത്തി വെച്ചിട്ടുള്ള ആയുധങ്ങളാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ചതുപ്പും വെള്ളക്കെട്ടും ഉൽപാദനക്ഷമമായ ഒരു പ്രദേശമാക്കി മാറ്റുക. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വലിയ തോടുകൾ കീറി വെള്ളം വാർത്ത് കളയണം. സ്വാഭാവികമായ രീതിയിൽ ഒരു തോട് ഒഴുകി പോകുന്നുണ്ടെങ്കിൽ, പുഴയുടെ ഒരു കൈവഴിയായിട്ട് ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അതുമായി ചേർത്ത് വെച്ചുള്ള കണ്ണികൾ, ഒരുപാട് ചെറിയ ചെറിയ തോടുകൾ, പഴയ വയലുകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കൈത്തോടുകൾ എന്ന് പറഞ്ഞിട്ട് തോടുകള്, വലിയ തോട്ടിൽ ചെന്ന് ചേരുന്ന കൈത്തോടുകൾ, കൈത്തോടുകൾക്ക് ചേർന്ന് നിൽക്കുന്ന കണ്ണികൾ, ഇങ്ങനെ ഒരു ശൃംഖല തന്നെ ഉണ്ട്. ഒരു പ്രദേശം വയലാക്കി മാറ്റുന്നതിൻ്റെ പിന്നിലെ ചില പ്രവൃത്തികളാണ് ഇത് സൂചിപ്പിക്കുന്നത്. സംഘടിതമായി ഇതൊക്കെ ചെയ്യാൻ രണ്ട് കാര്യം വേണം. ഒന്ന്, അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക ഉപകരണങ്ങൾ വേണം. പിന്നൊന്ന്, അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള തൊഴിൽ ശേഷി വേണം, സംഘബലം വേണം. ഒരു പ്രത്യേകതരം ഉപജീവന മാർഗത്തിൽ നിന്ന് നേരിട്ട് ഇതുപോലെ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ അവര് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ചോളം കൃഷി ചെയ്തിരുന്നു എന്ന് നമ്മൾ വിചാരിക്കാം. എന്നാൽ പോലും ചോളകൃഷിയിൽ നിന്ന് നേരിട്ട് ഇതിലേക്ക് വരാൻ പ്രയാസമാണ്. നല്ല ചെമ്മണ്ണിൽ തന്നെ വലിയ ചോളം കൃഷി ചെയ്യണമെങ്കിൽ അത് സൂക്ഷ്മശിലായുധങ്ങൾ കൊണ്ട് സാധിക്കില്ല. ഒരു ലോഹം അത്യാവശ്യമാണ്. പിന്നെ ഇരുമ്പ് വരുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇരുമ്പ് ഉപയോഗിക്കുന്ന ആളുകളും സൂക്ഷ്മശിലായുഗത്തിലെ ആളുകളും തമ്മിലുള്ള ബന്ധത്തിൽ ഇവരുടെ ശാരീരിക അധ്വാനം വിനിയോഗിക്കുന്ന ഒരു തരം സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സൂക്ഷ്മശിലായുഗത്തിലെ ആളുകൾക്ക് മണ്ണിൽ പണിയെടുക്കാനും ഇരുമ്പിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാനും ഉള്ള കഴിവുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവരെ നിയന്ത്രിക്കുന്ന ആളുകളുടെ ഉൽപാദന മേഖല ഏതാണ്? അത് ചെമ്മൺ പ്രദേശങ്ങൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി നെല്ല് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പാഡി അല്ല, അതൊരു തരം റൈസാണ്. അരിയുടെ കാര്യത്തിൽ നമ്മൾ രണ്ടെണ്ണം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒറീസ സറ്റൈവ, അതാണ് ഈ വയലിലൊക്കെ കൃഷി ചെയ്തിട്ടുള്ളത്. ഒറീസ നൊവര എന്ന് പറയുന്ന ഒരു റൈസ് ഉണ്ട്, അത് ഹിൽ റൈസ്. കുന്നുംപുറത്ത് പിന്നെ കുന്നിന്റെ ഇപ്പൊ ഡെയിൽ എന്ന് നമ്മൾ പറയുന്നത് അത്തരം നനവുള്ള പ്രദേശങ്ങളിൽ ഒക്കെ ആണ്. അവിടെയൊക്കെ കാട്ടുനെല്ല് നമ്മൾ കാണാൻ സാധിക്കും. കാട്ടുനെല്ലെന്ന് പറഞ്ഞാൽ ഈ ഒറീസ നൊവരയാണ്. അതൊക്കെ അവര് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെറൈനാണ് ആ പ്രദേശം. ഇന്ത്യയിലെ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഡെൽറ്റ പോലുള്ള സ്ഥലത്തേക്ക് കൃഷി വ്യാപിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘട്ടത്തിലും പ്രത്യേകതരം സാമൂഹ്യ ബന്ധങ്ങളുടെ വ്യാപനം എന്നുള്ള നിലയ്ക്കും അതുപോലെയുള്ള ഒരു തൊഴിൽ സംഘാടനം, അതിനാവശ്യമായ സാമൂഹ്യ സ്ഥാപനങ്ങൾ, അത്തരം ക്രമീകരണങ്ങൾ, മാത്രമല്ല ഇതിന്
ഒരു കൊയർഷൻ വേണം. കൊയർഷന് ഐഡിയോളജിക്കൽ കൊയർഷൻ ആയാലും മതി. അപ്പൊ അങ്ങനെ അനുസരിപ്പിക്കാൻ ഈ ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള അഗ്രോപാസ്റ്റോറലായിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞിരുന്നോ എന്ന് അത് ചോദ്യമാണ്. എനിക്ക് അറിയില്ല അതിനെപ്പറ്റി വ്യക്തമായിട്ട്. ഇരുമ്പിന്റെ ഉപയോഗം ഉണ്ടായിരുന്ന ആളുകളാണ് ഏതായാലും അധികാരം കൈയാളിയിരുന്നത് എന്നുള്ളത് നമുക്ക് പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. പഴന്തമിഴ് പാട്ടുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അഗ്രോപാസ്റ്റോറൽ അയൺ യൂസിങ്, അയൺ സ്മെൽറ്റിംഗ് ജനവിഭാഗത്തിനാണ് അധികാരം ഉണ്ടായിരുന്നത്. അവര് അധികാരം കൈയാളിയിരുന്ന ലാൻഡ്സ്കേപ്പ് കുന്നും പുറങ്ങളും ചെമ്മൺ തിട്ടകളും ചെമ്മൺ പരപ്പുകളും ആണ്. അതുകൊണ്ട് അവിടെ ഏതെങ്കിലും രീതിയിൽ ശിലായുഗത്തിലെ ആളുകൾ, സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ മാനുവൽ ലേബറിന് അവർ ഉപയോഗിച്ചിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സംഗതി നമ്മൾ പാട്ടിൽ കാണുന്നില്ല. പാട്ടിൽ കാണുന്ന ഉഴവരും തൊഴുവരും സൂക്ഷ്മ ശിലായുഗത്തിന്റെ തുടർച്ചയായിട്ട് വരുന്ന മനുഷ്യരാണോ? പറയാൻ കഴിയില്ല. അത് കൂടുതൽ വ്യക്തത അതിൽ വേണ്ടതുണ്ട്. ഏതായാലും മനുഷ്യാധ്വാനം എന്നുള്ള നിലയ്ക്ക് അതൊരു ബിഗിനിങ് പോയിന്റ് തന്നെയാണ്. പക്ഷെ ഹൂ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ദി ലേബർ? അതാണ് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇതൊരു ഹ്യൂമൻ ലേബർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഈ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യർ തന്നെ. ആ മനുഷ്യരെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ആരാണ് ഓൺ ചെയ്തത്? അത് ആരെങ്കിലും ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്തു എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നതിന്റെ കാരണം അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി ആയിട്ടുള്ള അയൺ ടെക്നോളജി ഇവർക്ക് സ്വന്തമല്ല. അടുത്തൊരു ചോദ്യം. സാർ, ഒരു ചോദ്യം. Akhi Mandali has asked that Yes. who are the people who inspected megaliths? Is there any similar culture existing? ഇപ്പൊ ഈ മെഗലിത്തിക് പ്രാക്ടീസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ ചെറിയ രീതിയിൽ മാത്രം. ഇപ്പൊ പ്രധാനപ്പെട്ട ശവ സംസ്കാര സംബന്ധമായിട്ടുള്ള സംഗതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിത് ഇതിന്റെ അംശങ്ങൾ കാണാൻ സാധിക്കും. ആരാണ് ഈ ബിൽഡേഴ്സ്, ഹു ആർ ദി മെഗലിത്ത് ബിൽഡേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇത് ആന്ത്രപ്പോളജിസ്റ്റ് നേരത്തെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. LA കൃഷ്ണയ്യർ മുതുവന്മാർക്ക് ഇതുമായിട്ടുള്ള ബന്ധം, മുതുവന്മാർ ഒരു ട്രൈബാണ്, മുതുവന്മാർക്ക് ഇതുമായിട്ടുള്ള ബന്ധം എന്ന നിലയ്ക്ക് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ വലിയ അടിസ്ഥാനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതുവന്മാരുടെ സ്ഥലത്ത് ധാരാളം മെഗാലിത്തുകൾ കാണുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറൊന്നും പറയാനില്ല. മുതുവന്മാർ ഇപ്പോൾ ആ തരത്തിലുള്ള ഒരാചാരവും നടത്തുന്നില്ല. പക്ഷെ അവർ പലരും അവരുടെയൊക്കെ ആവാസ സ്ഥാനങ്ങളിൽ ഉള്ള വലിയ മെഗാലിത്തുകളെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത് ഏതും മനുഷ്യര് ചില കഥകളിൽ കൂടിയും ചില വിശ്വാസങ്ങളിൽ കൂടിയും ഒക്കെ വിശദീകരിക്കും. അങ്ങനെയാണ് ട്രഡീഷൻ ഉണ്ടാവുന്നത്. അവർക്ക് മുമ്പിലുള്ള ചില പഴയ കാലത്തെ കാര്യങ്ങളെ അവരുടെ സംസ്കാരമായിട്ടും അവരുടെ ചില സംഗതികളായിട്ടും ബന്ധിപ്പിക്കും. അത് ആ നിലയ്ക്ക് പിന്നെ മുതുവന്മാര് ചില വലിയ ഡോൾമെന്റ്സ് ആരാധിച്ചിരുന്നതായിട്ടും അതുമായിട്ട് അവർ ബന്ധപ്പെട്ടതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ആരാണ് കൃത്യം ഈ മെഗാലിത്തുകൾ ഉണ്ടാക്കിയിരുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ അഗ്രോപാസ്റ്റോറൽ കൾച്ചറിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്നേ പറയാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ വീരന്മാരുടേതാണിത്, നാട്ടുകാരുടേതല്ല. എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടേതല്ല എന്നുള്ളത് വ്യക്തമാണ്. ഹൂ കുഡ് കമാൻഡ് ഹ്യൂമൻ പവർ? കാരണം ഒരു മെഗാലിത്ത് ഉണ്ടാക്കണമെങ്കിൽ നൂറുകണക്കിന് ആളുകളുടെ ശ്രമകരമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ്. അത് ആർക്കാണ് കമാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുക? അത് അവരുടെ മൂപ്പന് മാത്രമായിരിക്കും, അവരുടെ ചീഫ്റ്റനാണ് അത് സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ ഡോൾമെൻസും
ചീഫ്റ്റൻസിൻ്റെതാണ്, അല്ലാതെ സാധാരണ അംഗങ്ങളുടേതല്ല. അത് നന്നങ്ങാടി പോലും അങ്ങനെയായിരിക്കും. അപ്പൊ ഈ ദീർഘകാലം നിലനിന്ന് കാണുന്ന സ്മാരകങ്ങൾ എല്ലാം തന്നെയും വലിയ വീരന്മാരുടെയും ചീഫ്റ്റൻസിന്റെയും ഒക്കെ ആണ്, അല്ലാതെ സാധാരണ ആളുകളുടേതല്ല. ഇനി ഇത് ഇവിടെ മാത്രമുള്ള ഒന്നല്ല. മധ്യേഷ്യ മുതൽക്ക് ഇങ്ങോട്ട് അത് നോർത്ത് ഇന്ത്യയിലേക്ക് മാത്രമേ വ്യാപിക്കാതിരുന്നിട്ടുള്ളൂ. അത് ഗുജറാത്ത്, കത്തിയവാർ അങ്ങനെ ഉള്ള ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഡെക്കാൻ മുതൽക്ക് പിന്നെ ഇങ്ങ് കന്യാകുമാരി വരെയും വ്യാപിച്ചു കിടക്കാം. എല്ലാ സ്ഥലത്തും ഇത് കാണും. പിന്നെ അത് ഇന്തോനേഷ്യയിലും അങ്ങനെ ഈസ്റ്റ് ഏഷ്യൻ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട്. ഇതൊരു ഗ്ലോബൽ കൾച്ചറാണ്. ലോകം മുഴുവനും മെഗാലിത്തുകളുടെ അവശിഷ്ടങ്ങൾ. അടുത്തത് Mesolithic period. Do you mean the aspects of Mesolithic period where lunates, other form of weapons were used? Mesolithic culture വേറെ കുറച്ച് ചെറിയ ആയുധങ്ങളാന്ന് മാത്രമേ ഉള്ളൂ, ബ്യൂറിൻസ്, പോയിന്റ്സ് അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ചോപ്പേഴ്സ് പോലെയൊക്കെയുള്ള ഒരു സെറ്റ് ആയുധങ്ങൾ മുതൽക്ക് ചെറിയ ആയുധങ്ങൾ, ചെറിയ കല്ലായുധങ്ങൾ വരെയുള്ള ഒരു വലിയ ശേഖരമുണ്ട്. അതൊന്നും മൈക്രോലിത്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മിസോലിത്തിക് കാലഘട്ടങ്ങളിലെ മനുഷ്യർ മിക്കവാറും നാച്ചുറൽ റോക്ക് ഷെൽട്ടേഴ്സിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് തങ്ങിയിട്ടുണ്ടായിരുന്നത്. അവര് ആണ് ഈ പെയിന്റിങ്സും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഗുഹാചിത്രങ്ങളൊക്കെ ഈ മിസോലിത്തിക് കാലഘട്ടത്തിലേതാണ്. മിസോലിത്തിക് ടൂൾസ് മുഴുവൻ മൈക്രോലിത്സ് അല്ല, പക്ഷെ ആയുധങ്ങൾ ചെറുതായി വന്ന് ഒരു ഘട്ടമാണ്. ഈ പാറയ്ക്ക് കുറുകെയുള്ള ഡൈക്കുകൾ പൊട്ടിച്ച്, ഡൈക്സ് ഈ ക്വാർട്സിന്റെ ഡൈക്സ്, ആ ക്വാർട്സിന്റെ ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ച് അത്തരം ഫ്ലേക്കുകൾ കൊണ്ടാണ് ഇവര് ആയുധം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തരം ആയുധങ്ങൾ മീസോലിത്തിക് ആയുധങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ലേറ്റ് സ്റ്റോൺ ഏജ് എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ പറയുന്നത്. മീസോലിത്തിക് പീരീഡ് മിഡിൽ സ്റ്റോൺ ഏജ് അല്ല, അതിൻ്റെയും തൊട്ട് താഴെയുള്ള ഒരു ഘട്ടമാണ്. പക്ഷെ മീസോലിത്തിക് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ മലകളിലുള്ളതല്ല. ഏറ്റവും ഉയരം കൂടിയ മലകളിലെ ബിഗ് ഗെയിം ഹണ്ടിങ് ഗ്രൂപ്പ് ആണ് ഈ ശരിക്കും നമ്മൾ പറയുന്ന പാലിയോലിത്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ അത് മിസോലിത്തിക് ഘട്ടമായിട്ട് മാറും. ആ സമയത്ത് മിഡിൽ ലെവലിലുള്ള റോക്ക് ഫോർമേഷൻസിലാണ് അവരുടെ നിലനിൽപ്പ്. അത്തരം നാച്ചുറൽ റോക്ക് ഷെൽട്ടേഴ്സിലാണ് അവരുടെ ചിത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്നുള്ള രീതിയിലുള്ള ധാരണ ശരിയല്ല. അടുത്തൊരു റിക്വസ്റ്റ് ആണ്, നന്ദന കുപ്പിച്ചാൽ. സർ, ക്യാൻ യു പ്ലീസ് ടെൽ ദ ഇംഗ്ലീഷ് ടേംസ് ടു മലയാളം ക്ലാസ്? ദാറ്റ് വിൽ ഹെൽപ്പ് മീ ലേൺ ബോത്ത്. അടുത്ത ക്ലാസ്സിലെ ഐ ക്യാൻ ട്രൈ ദാറ്റ്. പക്ഷെ ഇന്നിപ്പം ഏതെങ്കിലും സ്പെസിഫിക് ടേം വെച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിന് പറയാം. ഏതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അവർക്ക് തമിഴിലുള്ള ടേംസ് ആണ് വേണ്ടത്, അത് ഇംഗ്ലീഷിലാണ്. ഓക്കെ. അപ്പൊ അത് ഞാൻ കഴിയുന്ന ഉപയോഗിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ ഈ സൂക്ഷ്മശിലായുധം ഒക്കെ ഉള്ളതിന് മൈക്രോലിത്സ് എന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ടേം പറയുകയാണെങ്കിൽ ഞാൻ പറയാം.
വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണും. ഇനിയും ചോദ്യങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അത് എഴുതി അറിയിക്കുക. ഇത് ഒരു പൊതുജന പരിപാടിയാക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. കേരളത്തിന്റെ ചരിത്രത്തെ ജനകീയമാക്കുക, ജനചരിത്രമാക്കി, പീപ്പിൾസ് ഹിസ്റ്ററിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറിയതാണ്. അത് എഴുതി അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നമസ്കാരം. കേരള സമൂഹത്തിന്റെ പരിണാമം എന്ന ശീർഷകത്തോടെ ഒരു ഓൺലൈൻ ഈ പരിപാടി ചെയ്യുകയും കേരള ചരിത്ര പ്രശ്നങ്ങളും നടത്തുകയും ചെയ്ത കേരള സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രാജഗുരു അറിയിക്കുന്നു. സംശയങ്ങൾ ഉന്നയിക്കുന്ന ഈ പരിപാടിയുടെ ഗ്രാഫിക് ഡിസൈനർ ചന്ദ്രൻ അറിയിക്കുന്നു. ഓക്കെ,